മനുഷ്യന്റെ മനസ്സ് നന്നാകണം, മനുഷ്യന്റെ മനസ്സ് നന്നാകണം. സഹോദരന്മാരെ, നിങ്ങൾ കണ്ടില്ലേ, ബഹുമാനപ്പെട്ട മഹാനായ ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ എടുത്തുദ്ധരിച്ചു ഒരു ചരിത്രം. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സഹകാരികളായ, ദീനീ പ്രവർത്തനങ്ങൾക്ക് സഹകാരികളായ നല്ല മനുഷ്യന്മാരായ ചിലർ കൂടെയുണ്ട്. അവർക്ക് ഹവാരിയുകൾ എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈസാ നബി അലൈഹിസ്സലാമിനെ ശത്രുക്കൾ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്ത് കൊല്ലാൻ നോക്കുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അതെ അല്ലാഹുവിന്റെ മഹാന്മാരെ വിളിച്ച് തേടിയിട്ടുണ്ട്, ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിഗാസ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, മൻ അൻസാരി ഇലല്ലാഹ്, അല്ലാഹുവിന്റെ ദീനിന്റെ കാര്യത്തിൽ അല്ലാഹുവിന് വേണ്ടി എന്നെ സഹായിക്കാൻ ആരുണ്ടെന്ന് ഈസാ നബി അലൈഹിസ്സലാം ഇസ്തിഗാസ ചെയ്തിട്ടുണ്ട്. ആ ഇസ്തിഗാസ ചെയ്ത സമയത്ത് ഖാലൽ ഹവാരിയൂന നഹ്നു അൻസാറുല്ലാഹ്, അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ ഞങ്ങളുണ്ടെന്ന് നല്ല മനസ്സുള്ള, അതേ വെള്ള വസ്ത്രം പോലെ ക്ലിയറുള്ള മനസ്സുള്ള, പലപ്പോഴും വസ്ത്രം അലക്കിക്കൊണ്ടിരുന്ന മഹാന്മാരായ കുറച്ചാളുകൾ പറഞ്ഞിട്ടുണ്ടെന്ന് ഖുർആൻ പറഞ്ഞു. ആ ഹവാരിയുകളുണ്ടല്ലോ, അതേ അത്തരത്തിലുള്ള സഹകാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ധാരാളം ഇബാദത്ത് ചെയ്യുന്ന ആ മഹാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാ വഴിക്ക് വെച്ചൊരു സ്ഥലത്തെത്തിയപ്പോ അതേ ധാരാളം കവർച്ച ചെയ്യുന്ന ഒരു കള്ളൻ. ഓ മുസ്ലിമീങ്ങളെ, ആരെയും നമ്മൾ തള്ളിക്കളയാൻ പാടില്ല, ആരും നന്നാകൂല എന്ന് മനസ്സിലാക്കി ആരെയും തള്ളാൻ നമുക്ക് നിവൃത്തിയില്ല, ആരെയും നിസ്സാരപ്പെടുത്താൻ നിവൃത്തിയില്ല. പടച്ച റബ്ബ് ഏത് മനുഷ്യനും ചിലപ്പോ പുറത്തു കൊടുത്തേക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഹവാരികളിൽപ്പെട്ട മഹാനും നടന്നിങ്ങനെ പോകുന്നത് കണ്ടപ്പോ, ഒരു കള്ളനത് കണ്ടപ്പോ അദ്ദേഹം മനസ്സിലാക്കി, അല്ലാഹുവിന്റെ നബിയല്ലേ പോകുന്നത്, കൂടെ അതാ സമീപത്ത് പിന്നാലെ അതാ പോകുന്നു. അതെ, ആരാ പോകുന്നത്? ഒരു വലിയ മഹാനല്ലേ. എനിക്കും ഒന്നവരുടെ കൂടെ ഒരൽപ്പം നടന്നാലെന്താ? ഞാൻ ആള് കള്ളനായി പോയി, ശരി, എന്റെ ദുർബല നിമിഷത്തിൽ കട്ടുപോയി, എന്നാലും മഹാന്മാരെ ഒന്ന് സമീപിച്ചാലെന്താ? ആ നിലക്ക് അദ്ദേഹം ഇറങ്ങി ഇങ്ങോട്ട് വന്നു. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൂടെ നടന്നു പോകുന്ന ആ വലിയ ഇബാദത്ത് എടുക്കുന്ന ഹവാരി എന്ന് പറയുന്ന ആ മനുഷ്യ അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അങ്ങ് ചെന്നു. അടുത്ത് ചെന്ന് അദ്ദേഹത്തിന്റെ കൂടെ നടന്ന ഒരു ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹം അടുത്ത് നടക്കുമ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ വല്ലാത്ത ബേജാറ്. പടച്ച റബ്ബേ, ഈ മഹാന്റെ കൂടെ, ഈ മഹാന്റെ സമീപത്ത് നിന്ന് നടക്കാനൊന്നും എനിക്ക് യോഗ്യതയില്ലല്ലോ അല്ലാ. ഈ മഹാന്റെ അടുക്കൽ ചെല്ലുന്നത്, ഞാൻ ചെല്ലുന്നത് അതിന് മാത്രം ഞാൻ കൊള്ളുന്നവനല്ലല്ലോ അല്ലാ. ധാരാളം വിവാദത്തെടുക്കുന്ന ഈ മനുഷ്യന്റെ സമീപത്തുകൂടി, അദ്ദേഹത്തിന്റെ ഒരു ഭാഗത്തുകൂടി നടക്കാൻ ഞാൻ കൊള്ളുകയില്ലല്ലോ അല്ലാ. എന്നാലും അദ്ദേഹത്തിന്റെ നന്മയൊന്ന് എനിക്കും കിട്ടട്ടെ എന്ന നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ സുഹൃത്തുക്കളെ, മസലു ജലീസി സ്സാലിഹി കമസലി ജലീസിൽ അത്താർ. നല്ല അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയി ഇരുന്നാൽ ആ ഇരിക്കുന്ന മനുഷ്യന് അത്തറിന്റെ മണം ലഭിക്കുന്നത് പോലെ അദ്ദേഹം ഇടക്കിടക്ക് തൊട്ട് പുരട്ടി തന്നെ തരുന്ന വകയിലും, ഇനി പുരട്ടി തന്നില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന്റെ കൂടെ പോയി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല മണം ലഭിക്കുന്നത് പോലെ മഹാന്മാരെ സദസ്സിൽ പോയി ഇരുന്നാൽ, മഹാന്മാരെ കൂടെ നടന്നാൽ അതിന്റെ ഒരു മഹത്വം അത്തർ കച്ചവടക്കാരന്റെ കൂടെ പോയവനെ പോലെ ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. അപ്പൊ മഹാന്മാരുടെ കൂടെ കൂടിയാൽ ഒരിക്കലും നഷ്ടം വരൂല. ഈ ചിന്ത ഒരു നല്ല ചിന്തയാണ്. ആ ചിന്തയിൽ ഈ മഹാന്റെ സമീപത്ത് കൂടി നടക്കുമ്പോ മനസ്സിന്റെ ഉള്ളിൽ വലിയ ബേജാറ്, ഈ മഹാന്റെ കൂടെ നടക്കാൻ ഞാൻ കൊള്ളൂലല്ലോ അല്ലാ. ഈ ചിന്തയോടുകൂടി അദ്ദേഹം ഇങ്ങനെ വിനയാന്വിതനായി നടക്കുകയാണ്.
ആ സമയത്ത് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെയുള്ള വലിയ ഇബാദത്ത് എടുക്കുന്ന മഹാൻ, അദ്ദേഹത്തിന് മനസ്സിലായി ഇയാൾ എന്റെ കൂടെ നടക്കുന്നത്, ഈ കള്ളനുണ്ട് എന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്തു? ഇയാൾ എന്റെ കൂടെ നടക്കാൻ പറ്റുമോ, ഞാൻ ഇയാളെ കൂടെ നടക്കാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നി, അങ്ങനെ ഈ കള്ളൻ എന്റെ കൂടെ നടക്കുന്നു, അത് ശരിയില്ലല്ലോ, എനിക്ക് മോശമല്ലേ അത്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം മെല്ലെ അവിടുന്ന് അപ്പുറത്തേക്ക് അങ്ങ് മാറി, അല്പം മുന്നോട്ടങ്ങ് മാറിയിട്ട് ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ കൂടെ അങ്ങ് നടന്നു. ഈസാ നബിയുടെ തൊട്ടടുത്ത് നിന്നിട്ട് ഒന്നായിട്ടങ്ങ് നടന്നു. അപ്പോൾ പിന്നെ ഈ കള്ളൻ പിന്നിലായി. കള്ളൻ പിന്നിൽ, മുന്നിൽ ഒരേ നിരയിൽ ഈസാ നബി അലൈഹി ഇസ്ലാമും ഈ മഹാനും നടക്കുകയാണ്. കാരണം ഈ മഹാന്റെ മനസ്സിലങ്ങ് തോന്നി, ഈ കള്ളൻ എന്റെ കൂടെ നടക്കുന്നു, ഞാൻ അവന്റെ കൂടെ നടക്കേണ്ടവനല്ല, ഞാൻ ഈസാ നബിയുടെ കൂടെ നടക്കേണ്ടവനാണ് എന്ന് തോന്നി. അദ്ദേഹം മുന്നിലങ്ങ് നടന്നു ഈസാ നബിയുടെ കൂടെ. സുബ്ഹാനല്ലാഹ്. അപ്പോഴതാ അല്ലാഹു തആല ഈസാ നബി അലൈഹി ഇസ്ലാമിന് വഴിയറിയിക്കുന്നു, قل لهما ليستغنف الأمل فقد حبطت ما سلف من أعمالهما. ഈസാ നബിയേ, അവരോട് രണ്ടാളോടും പറഞ്ഞോളൂ, അവർ ഇന്നുവരെ ചെയ്തതൊക്കെ പൊളിഞ്ഞുപോയി, രണ്ടാളും ചെയ്തത് പൊളിഞ്ഞുപോയി, രണ്ടാമത് പണി തുടങ്ങിക്കോട്ടെ അവർക്ക് തുടങ്ങണമെങ്കിൽ, ഇതുവരെ ചെയ്തൊക്കെ പൊളിഞ്ഞുപോയി എന്ന് ഞാൻ പൊളിച്ചു കളഞ്ഞുവെന്ന് പറഞ്ഞോളൂ നബിയേ. എന്തേ കാരണം? അമ്മൽ ഹവാരിയു, ആ വലിയ ഇബാദത്തെടുക്കുന്ന ഈസാ നബിയുടെ കൂടെ നടന്ന മഹാനുണ്ടല്ലോ, അയാളെ എല്ലാ നന്മയും ഞാൻ ബാത്തിലാക്കി കളഞ്ഞു. ഫഖദ് അഹബത്തു ഹസനാതിഹി, അയാളെ നന്മ മുഴുവനും ഞാൻ ബാത്തിലാക്കി കളഞ്ഞു. ലിയുജ്ബിഹി ബിനഫ്സിഹി, കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നിയില്ലേ എന്റെ കൂടെ അവൻ നടക്കാൻ പറ്റൂല, എന്റെ കൂടെ അവൻ നടക്കാൻ പറ്റൂല, ഞാൻ അത്ര വലിയ ആളാണെന്ന് അയാളെ മനസ്സിൽ തോന്നിയില്ലേ? മനസ്സിന്റെ ഉള്ളിൽ ആ അഹങ്കാരം വന്നതോടെ അദ്ദേഹത്തിന്റെ മുഴുവൻ സൽക്കർമ്മങ്ങളും ഞാൻ ബാത്തിലാക്കിപ്പോയി ഈസാ നബിയേ. ഇനി വലിയ പുതിയ അമലുകൾ വേണമെങ്കിൽ അയാൾ വേറെ അമല് ചെയ്യട്ടെ, ഇതുവരെയുള്ളത് പൊളിഞ്ഞുപോയി. അതേ സമയത്ത് അമ്മൽ ആഖറു, കൂടെ ബറക്കത്തിന് വേണ്ടി ഉദ്ദേശിച്ചു വന്ന് നടന്ന കള്ളനില്ലേ, ആ മനുഷ്യൻ ഫഖദ് അഹ്ബത്തു സയ്യാതിഹി ബിസ്തറാ അലാ നഫ്സിഹി, എന്റെ ശരീരം ഒന്നിനും കൊള്ളൂലല്ലോ അല്ലാ, ഈ മഹാന്റെ കൂടെ നടക്കാൻ പറ്റൂലല്ലോ അല്ലാ, ഈ മഹാന്റെ കൂടെ ഞാൻ അടുക്കാൻ പറ്റൂലല്ലോ അല്ലാ, എന്നാലും ആ മഹാന്റെ ബറക്കത്ത് ലഭിക്കട്ടെ എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ സ്വന്തം ശരീരത്തെ കുറിച്ച് വളരെ മോശമായിട്ടല്ലേ കണ്ടത്, താഴ്മയോടെയല്ലേ കണ്ടത്, ഞാനൊരു മോശക്കാരനാണെന്നല്ലേ വിശ്വസിച്ചത്. അക്കാരണത്താൽ അദ്ദേഹം ഇതുവരെ ചെയ്ത എല്ലാ ദുഷ്കർമ്മങ്ങളും എല്ലാ തെറ്റുകളും ഞാനതാ പുറത്തു കൊടുത്തുപോയി. ആകയാൽ ഇയാള് ചെയ്തതും പൊളിഞ്ഞു, അയാള് ചെയ്തതും പൊളിഞ്ഞു. ഇയാള് ചെയ്ത തെറ്റാണ്, തെറ്റ് പൊളിഞ്ഞു, തെറ്റുകളൊക്കെ ക്യാൻസലായി പോയി. മറ്റേയാള് ചെയ്തത് നന്മയാണ്, നന്മയും ക്യാൻസലായി പോയി. നന്മ ക്യാൻസലാകാൻ കാരണം മനസ്സിന്റെ ഉള്ളിൽ ഞാൻ തരക്കേടില്ലെന്നും എന്റെ കൂടെ ഇങ്ങനത്തെവരൊന്നും നടക്കാൻ പറ്റൂലെന്നും അദ്ദേഹത്തിന് കിബിറ് തോന്നിയപ്പോൾ അദ്ദേഹത്തിന്റെ അമല് മുഴുവനും പൊളിഞ്ഞു. ഈ വ്യക്തിയോ കള്ളനായിരുന്നു, മോശക്കാരനായിരുന്നു, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ ഞാനൊരു മോശക്കാരനാണല്ലോ അല്ലാ എന്ന ചിന്തയിൽ മഹാന്മാരിലേക്ക് അടുത്തു വന്ന് നന്നാകാൻ ചിന്തിച്ചപ്പോ അദ്ദേഹത്തിന് നമ്മൾ പുറത്തു കൊടുത്ത് നന്നാക്കിപ്പോയി. ഉടനെ തന്നെ ഈസാ നബി അലൈഹിസ്സലാം രണ്ടാളെയും വിളിച്ചിട്ട് പറഞ്ഞു, കൂടെ നടന്ന ആ ഇബാദത്തെടുത്ത മഹാനോട് പറഞ്ഞു, എടോ മനുഷ്യ, നീ ഇനി എന്റെ കൂടെ വരേണ്ടതില്ല, നീ സൽക്കർമ്മം ചെയ്ത് നന്നാകാൻ പോയിക്കോ. കള്ളനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ അല്ലാഹ് അംഗീകരിച്ചു പോയി, ഇനിമേലിൽ ഇയാൾക്ക് പകരം എന്റെ കൂടെ നീ വന്നോ.
പടച്ച റബ്ബിന്റെ കാരുണ്യത്തെ ആർക്കും തടുക്കാൻ ഇവിടെ നിർവാഹമില്ല. പടച്ച റബ്ബ് പറഞ്ഞത് ലഖദ് ഹഖൽ ഖൗലു അലാ അക്സരിഹിം ഫഹും ലാ യുമിനൂൻ എന്ന് പറഞ്ഞെങ്കിലും ഇന്നമാ തുൻദിറു മൻ ഇത്തബഅ الذിക്റ വഖശിയ الرحمن بالغيب فبشره بمغفرة وأجر كريم. അതേ, ഉത്ബോധനം സ്വീകരിക്കുന്ന നല്ല മനസ്സുള്ള വ്യക്തികൾ, പടച്ചവന്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാണല്ലോ, ഞാൻ തെറ്റുകാരനാണല്ലോ, ഞാൻ നന്നാകണമല്ലോ എന്ന് ചിന്തിക്കുന്ന മനുഷ്യർ, അത്തരം മനുഷ്യർക്ക് സന്തോഷ വാർത്ത അറിയിക്കൂ നബിയേ. ബിമഗ്ഫിറത്തിൻ, അവർക്ക് പടച്ച റബ്ബിന്റെ അടുക്കൽ പൊറുക്കലുണ്ട്. വഅജ്രിൻ കരീം, മഹത്തായ മാനമായ പ്രതിഫലമുണ്ട്. അല്ലാഹു ജല്ല ജലാലുഹു വല്ലാത്ത കാരുണ്യമുള്ള രാജാവാണ്. ആ കാരുണ്യത്തിൽ നിന്ന് ഒരു മനുഷ്യനും ഒരിക്കലും തന്നെ അവൻ ആശ മുറിയാൻ പാടില്ല. ഓ സഹോദരന്മാരെ, ഇനി എന്താ പറയുന്നത് പരിശുദ്ധ ഖുർആൻ? അതാ പിന്നീട് പറയുന്നു. സമയം മതിയാകാത്തത് കൊണ്ട് ഞാൻ ചുരുക്കി പറയുകയാണ്. ഇന്നമാ തുൻദിറു ബനി തബഅൻ ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. മനസ്സിന്റെ ഉള്ളാണ് നന്നാകേണ്ടത്, ബാഹ്യമായി നന്നായാൽ പോരാ. സഹോദരന്മാരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ പോവുകയാണ്. പോകുന്ന സമയത്ത് കണ്ടെത്തുന്നു ഒരു ചെറുപ്പക്കാരനെ, ഒരടിമയെ കണ്ടെത്തുന്നു. മദീനയുടെ ചുറ്റുഭാഗത്തൊരു സ്ഥലത്ത് മഹാനവലുകൾ അതാ ഒരു സുപ്പറ വെച്ച് വിരിച്ചു. ആ സുപ്പറയിൽ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചു. അത് കഴിക്കാൻ പോകുന്ന സമയത്ത് ആട്ടിനെ മേക്കുന്ന ഒരു ആട്ടിടയനെ കണ്ടു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സലാം ചൊല്ലിയിട്ട് മോനെ വാ, ഈ സുപ്പറയിൽ അല്പം ഭക്ഷണം കഴിക്കാം. ആ ചെറുപ്പക്കാരന്റെ മറുപടി, ഞാൻ നോമ്പുകാരനാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ചൂടുള്ള പകലിൽ നീ നോമ്പെടുത്തോ? ഈ പർവ്വതത്തിനിടയിൽ ആട്ടിനെ മേക്കുമ്പോ നീ നോമ്പെടുത്തോ? അദ്ദേഹത്തിന്റെ മറുപടി, ഓ അബ്ദുല്ലാഹി ഇബ്നു ഉമർ, ഉബാദിറു അയ്യാമിൽ ഖാലിയാ, എനിക്കിപ്പോൾ അല്പം ഒഴിവുള്ള ദിവസങ്ങൾ, ഞാനിവിടെ ആട്ടിനെ മേക്കുന്ന സന്ദർഭങ്ങൾ, ആ സന്ദർഭത്തിൽ നോമ്പെടുത്താൽ പടച്ചവന്റെ കോടതിയിൽ പോകുന്ന സമയം, അതേ ഖബറിൽ കിടക്കുന്ന സമയം, അതിനെനിക്ക് ഫലം കിട്ടുമല്ലോ. ഇത് പറഞ്ഞപ്പോ ഇദ്ദേഹം എത്രത്തോളം സൂക്ഷ്മത പാലിക്കുന്നവനാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഒരു പരീക്ഷണം നടത്തുകയാണ്. ചോദിച്ചു, മോനെ നീ ഒരു ആട്ടിനെ വിൽക്കുമോ? ആട്ടിനെ വിറ്റാൽ അതിന്റെ വില നിനക്ക് തരും. പിന്നെയോ നിനക്കതിന്റെ മാംസം ഇന്ന് നോമ്പ് തുറക്കാൻ അതും തരും. നീ ഒരാട്ടിനെ എനിക്ക് വിൽക്കുമോ? അദ്ദേഹം പറഞ്ഞു, അതേ, ഇന്നഹാ ലൈസത്ത് ലീ ബിഗനമിൻ, എനിക്കൊരൊറ്റ ആടുമില്ല. നിങ്ങൾക്ക് ആട്ടിനെ വിൽക്കണമെങ്കിൽ എനിക്ക് ആട് വേണ്ടേ? എനിക്കൊരൊറ്റ ആടുമില്ല. ഇന്നഹാ ഗനമു സയ്യിദി, അതെന്റെ മുതലാളിയുടെ ആടാണ്, എന്റേതല്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങളുടെ ചോദ്യം, ഫമാ അസ്ഇദുക ഫാഇലൻ ഇദാ ഫഖദഹാ ഫഖുൽത കലഹദ്ദീബു, നിനക്കെന്തേ ഇത്ര ഭയപ്പെടേണ്ടതുണ്ടോ? നിനക്ക് നിന്റെ മുതലാളി വന്ന് എവിടെ ആട് എന്ന് ചോദിക്കുമ്പോ നിനക്ക് പറഞ്ഞുകൂടെ അത് ചെന്നായ പിടിച്ചതാണെന്ന് പറഞ്ഞാ പോരെ? ഓ ബിസിനസ്സുകാരേ, തൊഴിലാളികളെ, അതേ ഓരോ രംഗത്തും പ്രവർത്തിക്കുന്ന മുഅ്മിനീങ്ങളെ, ഒരിക്കലും തന്നെ ഒരു തൊഴിലാളിയെ പീഡിപ്പിക്കാൻ പാടില്ല. ഒരു പാവപ്പെട്ട മനുഷ്യൻ നമ്മളെ കടയിൽ ജോലി ചെയ്യുമ്പോ ആ ജോലി ചെയ്യുന്ന മനുഷ്യനെ പീഡിപ്പിക്കാൻ പാടില്ല. അവനതാ നിന്നെ ഞാൻ ക്യാൻസലാക്കും, നിന്നെ ഞാൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, ശമ്പളം തന്നില്ലേ നീ എന്താ ചെയ്യാ, പോയിട്ട് പണി നോക്കിക്കോ, ആരാ ചോദിക്കാൻ നീ, ഞാനല്ലേ വിസ തന്നത്, എന്തേ ഇവിടെ തന്നെ നിന്നൂടെ, എന്തേ എന്നെ ചോദ്യം ചെയ്യാൻ, ഞാനല്ലേ ശരിയാക്കിയത്, ഞാനല്ലേ വളർത്തിയത്, ഇങ്ങനത്തെ ഹുങ്കിന്റെ സംസാരമില്ലേ? ഓ മോനെ, നിന്നാരാ ആക്കിയത്?
നിന്നെ ആരായിരുന്നു മുതലാളിയാക്കിയത്? നിനക്കാരായിരുന്നു തന്നത്? അത് റബ്ബാണെങ്കിൽ അവനും കൊടുത്തത് റബ്ബാണ്, നിനക്ക് തരുന്നവനാണ് അവനും കൊടുക്കുന്നത്. ഈ ചിന്ത വേണ്ടേ? ഇതുപോലെ തന്നെ മുതലാളിമാരെ കടയിൽ നിന്നിട്ട് കിട്ടുന്ന സംഖ്യകൾ സ്വന്തം പോക്കറ്റിലിട്ട് പച്ചക്കള്ളം പറഞ്ഞ് ദുന്യാവുണ്ടാക്കുന്ന ജനങ്ങളില്ലേ? ഓ ജനങ്ങളെ, ഖുർആൻ കൊണ്ട് ഫലം ചെയ്യുന്നത് അതേ ഖശിയർ റഹ്മാന ബിൽ ഗൈബ്. രഹസ്യവും പരസ്യവും നന്നാകണം, രഹസ്യവും പരസ്യവും നന്നാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോ മഴ പെയ്ത ദിവസം ധാന്യം വിൽക്കുന്നവന്റെ സമീപത്ത് ചെന്ന് ധാന്യത്തിലേക്ക് കയ്യങ്ങ് പ്രവേശിപ്പിച്ച് അടിയിൽ നിന്ന് ധാന്യം വാരിയെടുത്തിട്ട്, ഈ ധാന്യം നനഞ്ഞ ധാന്യമാണ്, എന്തോ നീ നനഞ്ഞ ധാന്യം വിൽക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? നബിയെ, മഴ പെയ്തപ്പോ നനഞ്ഞുപോയി. ഉടനെ തന്നെ അവിടുത്തെ ചോദ്യം, നനഞ്ഞ ധാന്യം നിനക്ക് മേലെ ഇട്ടുകൂടെ? നീ ചുവടെ നനഞ്ഞ ധാന്യം വെച്ചു, മേലെ ഉണങ്ങിയ ധാന്യം വിട്ടു. എന്നിട്ട് അതാ ആൾക്കാർക്ക് ഇങ്ങനെ സാമ്പിള് കാണിക്കുന്നത് ഉണങ്ങിയ ധാന്യമല്ലേ. മൻ വസ്സഫ ലൈസ ബിന്നാ, ചതിക്കുന്നവൻ നമ്മളിൽപ്പെട്ടവനല്ല. നമ്മളിൽപ്പെട്ടവൻ ഖുർആൻ സ്വീകരിക്കുന്നവനാണ്, ഖുർആൻ പറഞ്ഞ ഭയഭക്തിയുള്ള മനുഷ്യനാണ്. അവനൊരിക്കലും ചതിക്കാൻ പറ്റൂല. ഒരിക്കലും ബിസിനസ്സുകാര് ചതിപ്രയോഗം നടത്തരുത്. ഇതുപോലെ തൊഴിലാളികൾ മുതലാളിമാരെ ചതിക്കരുത്. ചതി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മുസ്ലിമിന് പറ്റിയ പണിയല്ല. കല്യാണം കഴിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് വരന് ഇല്ലാത്ത 1000 ഗുണങ്ങൾ പറഞ്ഞ് അതേ പെൺകുട്ടികളെ ചതിക്കുന്ന ചില ബ്രോക്കർമാരില്ലേ? സുബ്ഹാനല്ലാഹ്, പെൺകുട്ടികളെ ചതിക്കുന്ന ബ്രോക്കർമാർ. നേരെ തിരിച്ച് പെൺകുട്ടിയെ സംബന്ധിച്ച് കുറെ ഇല്ലാത്ത മഹിമകൾ പറഞ്ഞ് പുരുഷന്മാരെ ചതിക്കുന്ന ബ്രോക്കർമാരില്ലേ? അതുപോലെ തന്നെ ഇല്ലാത്തത് പറഞ്ഞ് ആശിപ്പിക്കുന്നവരില്ലേ? ഏത് ചതി നടത്തുന്നവരും റബ്ബിന്റെ ദീനിൽ നിന്ന് അകന്നവനാണ് കേട്ടോ. എത്രത്തോളം നിങ്ങൾ പശുവിനെ വിൽക്കുന്ന സമയത്ത് അതിന്റെ പാല് കറന്നെടുക്കാതെ അതിന്റെ അകടിൽ തന്നെ നിർത്തിയിട്ട് വിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂല് വിരോധിച്ചില്ലേ? അതുപോലെ തുടങ്ങി ഏത് ചതിപ്രയോഗങ്ങളും അല്ലാഹ് വിരോധിച്ചതാണ്. മുസ്ലിമീങ്ങളെ, ഭക്തിയുള്ള മനുഷ്യന്റെ സ്വഭാവം നമുക്കിവിടെ കാണാം. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യം, ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ, നിനക്കിപ്പോൾ വിറ്റ് കാശാക്കിക്കൂടെ? പിന്നെയോ, മാംസം നിനക്ക് ഞാൻ തരുമല്ലോ, അത് നിനക്ക് നോമ്പ് തുറക്കാൻ എടുത്തുകൂടെ? സുബ്ഹാനല്ലാഹ്. അപ്പോഴെന്താണ് അവന്റെ മറുപടി? ആ അടിമയുടെ മറുപടി എന്താണ്? ആ അടിമയായ ചെറുപ്പക്കാരൻ അവിടുന്ന് മേൽപോട്ടേക്ക് കയ്യങ്ങുയർത്തി. എന്നിട്ടോ അദ്ദേഹത്തിന് ഈ ചെറുപ്പക്കാരൻ ഇതും പറഞ്ഞിങ്ങനെ ഓടുകയാണ്. അല്ലാഹു എവിടെ? അല്ലാഹു എവിടെ? അഥവാ മുതലാളിയുടെ മുമ്പിൽ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞ് രക്ഷപ്പെട്ടാ മതിയോ? എന്നെ പടച്ച റബ്ബിനെ മറച്ചു വെക്കാൻ കഴിയോ? അല്ലാഹു സ്ഥലകാലതീതനല്ലേ? എന്റെ മുതലാളി ഒരു രാജ്യത്ത് താമസിക്കും പോലെ പടച്ചവനേതോ ഒരു സ്ഥലത്ത് കുത്തിരിക്കുന്നവനല്ലല്ലോ. പടച്ചവൻ എവിടെയെങ്ങാനും പോയി ഇരിക്കുന്നവനല്ലല്ലോ. മറിച്ച് യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. എവിടെ എന്ത് നടക്കുന്നുണ്ടോ രഹസ്യവും പരസ്യവും അല്ലാഹ് അറിയുന്നവനല്ലേ? അവൻ സ്ഥലകാലതീതനല്ലേ? അവന് സ്ഥലത്തിന്റെ ആവശ്യമില്ലല്ലോ. അവൻ സ്ഥലങ്ങളെയൊക്കെ പടച്ചവനല്ലേ? പടക്കുന്നതിന് മുമ്പും അല്ലാഹ് ഉണ്ടല്ലോ. പടക്കുന്നതിന് മുമ്പും ശേഷവും പടച്ചവനൊരു മാറ്റം ഇല്ലല്ലോ. അതുകൊണ്ട് സ്ഥലകാലതീതനായ റബ്ബ് അതേ വഹുവ മഅക്കും ഐനമാ
കുന്തും, നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെയല്ല നിങ്ങളെ വിവരം അറിയുന്നവനായി, നിങ്ങളെ കാണുന്നവനായി, നിങ്ങളെ രഹസ്യവും പരസ്യവും ഒക്കെ അറിയുന്നവനായി, നിങ്ങളെ സഹായിക്കുന്നവനായി, നിങ്ങളെ പേരിൽ നടപടിയെടുക്കാൻ കഴിവുള്ളവനായി അല്ലാഹു ഉണ്ട് കേട്ടോ. അവൻ സ്ഥലകാലതീതനാണ്. അവൻ എല്ലാ സ്ഥലത്തും പരന്നു കിടക്കുന്ന ഒരു ദാത്താണെന്ന് പറയാൻ പാടില്ല. അവൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണെന്നും പറയാൻ പാടില്ല. അവൻ നിങ്ങൾ എവിടെ ആയാലും മൈനമാക്കൊന്തും, അതേ അവൻ നിങ്ങൾ എവിടെയായാലും അവിടെയെല്ലാം അവന്റെ സഹായമുണ്ട്, അവന്റെ മേൽനോട്ടമുണ്ട്, അവന്റെ കാഴ്ചയുണ്ട്, അവന്റെ അറിവ് എല്ലാറ്റിനെയും വ്യാപിപ്പിക്കുന്നില്ലേ. എന്റെ മുതലാളിയെ പോലെയല്ലല്ലോ അല്ലാഹ്. എന്റെ മുതലാളി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരിക്കുന്നവനാണ്. അതുകൊണ്ട് അവനെപ്പോൾ ഞാനിവിടെ എന്തെങ്കിലും ചെയ്താൽ അദ്ദേഹത്തിന്റെ മുമ്പിൽ മറച്ചു വെക്കാൻ കഴിയും. അല്ലാഹു എവിടെ? നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹ് നിങ്ങളെ കൂടെ ഉണ്ടെന്നല്ലേ റബ്ബ് പറഞ്ഞത്. ഈ അർത്ഥത്തിൽ അദ്ദേഹം ചോദിച്ചപ്പോ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് ഖാല റഈഫ് ഐനല്ലാഹ്, ഖാല റഈഫ് ഐനല്ലാഹ്, ഖാല റഈഫ് ഐനല്ലാഹ്. ജനങ്ങളെ ആട്ടിട മേക്കുന്ന ആട്ടിടയനാണത്, പക്ഷേ ഭക്തിയുള്ള ചെറുപ്പക്കാരനാണത്. അവന്റെ മറുപടി കേട്ടില്ലേ? അല്ലാഹ് അറിയുന്നില്ലേ എന്നല്ലേ ചോദിച്ചത്. നേരെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ചെന്നിട്ട് അതാ പറഞ്ഞേക്കുകയാണ്, മദീനയിൽ ചെന്നിട്ട് പറഞ്ഞേക്കുകയാണ്, ഈ അടിമയുടെ മുതലാളിയുടെ സമീപത്തേക്ക് ആളെ അദ്ദേഹത്തോട് എന്താ ചെയ്യുന്നത്? ഈ അടിമയുടെ മുതലാളിയെ കണ്ട് ആ അടിമയെ എനിക്ക് നിങ്ങൾ വിൽക്കുമോ എന്ന് ചോദിക്കുകയാണ്. പറഞ്ഞ സംഖ്യക്ക് അങ്ങോട്ട് വാങ്ങുകയാണ്. വാങ്ങിയതിന് ശേഷം അടിമയെ മോചിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ ആട്ടിനെ മുഴുവനും വിലക്കെടുക്കുകയാണ്. ആട്ടിനെ മുഴുവനും ഈ അടിമക്ക് പ്രതിഫലം കൊടുക്കുകയാണ്. അതേ മൻ ഖസിയർ റഹ്മാന ബിൽ ഗൈബി ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. ഒരൊറ്റ ആട്ടിനെ അനധികൃതമായി വിറ്റിട്ട് കാശെടുക്കാൻ അല്ലാഹനെ പേടിച്ചിട്ട് തുനിയാതെ മാറി നിന്ന അടിമക്ക് മുഴുവൻ ആട്ടിനെയും കിട്ടി, അടിമത്വത്തിൽ മോചനവും കിട്ടി. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹനെ ഭയപ്പെടുന്നവർക്ക് അല്ലാഹ് പ്രതിഫലം കൊടുക്കാൻ കഴിവുള്ളവരാണ് മുസ്ലിമീങ്ങളെ. ഇമാം അതേ ശുഅബുൽ ഈമാനിൽ ഇമാം ബൈഹഖി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ചരിത്രം രേഖപ്പെടുത്തിയത് കാണാം. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ജീവിതം, ആ ജീവിതം നയിക്കുന്നവർക്കാണ് സന്തോഷം. ഖുർആൻ അത് പറഞ്ഞിട്ട് പറയുന്നു, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അതേ ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. അല്ലാഹു ശേഷം സൂറത്ത് യാസീനിൽ പറയുന്നു, നിശ്ചയമായും നമ്മൾ നുഹ്യിൽ മൗതാ, ചത്തുപോയ ശവങ്ങളെ ജീവിപ്പിക്കുന്നവനാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ. കണ്ടില്ലേ നിങ്ങൾ, വെയിലൊക്കെ വന്നു, നല്ല വെയിലറിച്ചപ്പോ പുല്ലുകളെല്ലാം ഉണങ്ങിപ്പോയി, പുഷ്പങ്ങളെല്ലാം ഉണങ്ങിപ്പോയി, സസ്യങ്ങളുടെ ഇലകൾ കൊഴിഞ്ഞുപോയി. അങ്ങനെ പുല്ലുകളൊക്കെ ഉണങ്ങി വരണ്ട് നശിച്ച് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു ജല്ല ജലാലുഹു മേൽഭാഗത്ത് നിന്നൊരു മഴ ഇങ്ങിറക്കിയപ്പോ അതാ പെട്ടെന്ന് തന്നെ പുല്ലുകൾ മുളച്ചുപോയി, പുഷ്പങ്ങൾ തിങ്ങിപ്പോയി. അല്ലേ? ഇതുപോലെ മനുഷ്യ ശരീരം ദ്രവിച്ചതിന് ശേഷവും, ഇനി അഥവാ ദഹിപ്പിക്കുന്നവരാണെങ്കിൽ ദഹിപ്പിച്ചതിന് ശേഷവും, അല്ല കടലിൽ നിന്ന് മത്സ്യങ്ങൾ കൊത്തിത്തിന്നതിന്റെ ശേഷവും, എപ്പോഴാണെങ്കിലും ശരി ഈ പുല്ലുകളെയും മറ്റും ഒരൊറ്റ മഴയിലൂടെ ജീവിപ്പിക്കുന്ന റബ്ബ് ഇന്നാ നഹ്നു നമ്മളാണ് കേട്ടോ. അല്ലാഹു തആല വളരെ ഗൗരവത്തോടെയാ പറയുന്നത്.
ഇന്നാ നഹ്നു, നമ്മളാണ് കേട്ടോ. നിങ്ങൾ ധരിക്കേണ്ട നിങ്ങളെ സൃഷ്ടികളെ പോലെയാണെന്ന്, നിങ്ങൾ ധരിക്കേണ്ട നിങ്ങളെ ഡോക്ടർമാരെ പോലെയാണെന്ന്, നിങ്ങൾ ധരിക്കേണ്ട നിങ്ങളെ ഭരണാധികാരികളെ പോലെയാണെന്ന്, നിങ്ങൾ ധരിക്കേണ്ട നിങ്ങളുടെ ഏതെങ്കിലും ഒരു കക്ഷിയെ പോലെയാണെന്ന്. ഇന്നാ നഹ്നു, നിശ്ചയമായും നമ്മളാണ് കേട്ടോ. അല്ലാഹുവിന്റെ വളരെ ഗൗരവത്തോടെ അവന്റെ മഹത്വത്തെ അറിയിക്കുന്ന വാചകമാണ്. ഇതൊരു തഫ്സീറാണ്. മറ്റൊരു തഫ്സീറിൽ ഇന്നാ നഹ്നു നുഹ്യിൽ മൗത, നിശ്ചയമായും നമ്മൾ തന്നെ നുഹ്യിൽ മൗത, നമ്മൾ മരിച്ചവരെ ഹയാത്താക്കുന്നവരാണ് കേട്ടോ. അറിയാമല്ലോ, വെറും ഒരു ഇന്ദ്രിയ തുള്ളി, ആ തുള്ളിയിൽ നിന്ന് ഒരു ചെറിയ അംശം, അതേ ലക്ഷക്കണക്കിന് അംശങ്ങളിൽ ഒരംശം, കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാത്തൊരംശം, ബീജവും മണ്ടവും തമ്മിൽ സങ്കലനം നടത്തി മനുഷ്യനെ ഉണ്ടാക്കിയ റബ്ബ്, അതേ ആ റബ്ബിന് മനുഷ്യനെ പുനർജീവിപ്പിക്കുന്നത് ഒരു പ്രശ്നമാണോ? അത് ഇൻഷാ അല്ലാഹ് പിന്നീട് വിശദമായി വരുന്നുണ്ട്. ഇന്നാ നഹ്നു, നിശ്ചയമായി നമ്മളാണ് നുഹ്യിൽ മൗതാ, നമ്മൾ മരിച്ചവരെ ഹയാത്താക്കുന്നവരാണ്. ഇതതിന്റെ ഒരർത്ഥമാണ്, ഭാഷാപരമായ ഒരർത്ഥമാണ്. അതിന് വേറൊരർത്ഥം സഹോദരന്മാരെ, ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നമ്മളാണ് നുഹ്യിൽ മൗതാ. ചിന്താശക്തിയില്ലാതെ മനസ്സ് മരവിച്ചുപോയ, മനസ്സ് ചത്തുപോയ ചില ജനങ്ങളുണ്ട്. അവർക്ക് മനസ്സിന് ജീവനില്ല, ജീവസുറ്റ മനസ്സല്ല, ചിന്തിക്കാത്ത മനസ്സാണ്. അങ്ങനെ ജീവിച്ചിരിക്കുന്നതും ചത്തതിന് തുല്യമാണ്. അങ്ങനെ മനസ്സ് മരിച്ചുപോയ, മനസ്സ് മരവിച്ചുപോയ, ചിന്താശക്തിയില്ലാത്ത ജനങ്ങളുണ്ട്. അവരൊന്നും നന്നാകൂല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നമ്മൾ നിർജീവമായ മനസ്സുകളെ സജീവമാക്കി കൊണ്ടുവരുന്നവരാണ്. അതുകൊണ്ട് നമ്മക്ക് അങ്ങനെ ഒരു പരിപാടിയുണ്ട്. നിർജീവമായ മനസ്സുകളെ സജീവമാക്കുന്ന റബ്ബാണ് നമ്മൾ. അതിനു വേണ്ടി പ്രവർത്തിക്കാനാണ് അമ്പിയാക്കളെ പറഞ്ഞേച്ചത്. അതിനു വേണ്ടി പ്രസംഗിക്കാനാ പണ്ഡിതന്മാരോട് നിർദ്ദേശിച്ചത്. അതിനു വേണ്ടി ക്ലാസ് എടുക്കാനാ പണ്ഡിതന്മാരോട് പറഞ്ഞത്. അതിനു വേണ്ടി ദർസ് നടത്താനാണ് അവരോട് നിർദ്ദേശിച്ചത്. അതിനു വേണ്ടി ഇൽമു പറഞ്ഞേൽപ്പിക്കാനാണ് അവരോട് കൽപ്പിച്ചത്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ, നിർജീവമായ മനസ്സുകളെ സജീവമാക്കി കൊണ്ടുവരാൻ കഴിവുള്ളവരാണ് നമ്മൾ. വനക്തുബു മാ ഖദ്ദമു വആഥാറഹും, അവർ എന്തൊക്കെ സൽക്കർമ്മങ്ങളാണോ ചെയ്തത് അതെല്ലാം നമ്മൾ റെക്കോർഡാക്കി വെക്കും. ആരും ചെയ്ത സൽക്കർമ്മം നഷ്ടപ്പെട്ടു പോകൂല. ഇതുപോലെ അവരേത് ദുഷ്കർമ്മങ്ങളാണോ ചെയ്തത് അതും നമ്മൾ റെക്കോർഡാക്കി വെക്കും. ഒരുത്തരും ഞാനത് ചെയ്തിട്ടില്ലെന്ന് നിഷേധിക്കാൻ കഴിയൂല. അതുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാകണം. വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, അതുപോലെ തന്നെ അവരുടെ കാൽപ്പാടുകൾ നമ്മൾ റെക്കോർഡാക്കി വെക്കും. സുബ്ഹാനല്ലാഹ്, സൂറത്ത് യാസീൻ 7 ദിവസം വഅദ് പറയുന്നു എന്ന് കേട്ടപ്പോ വളരെയേറെ പ്രയാസമുണ്ടെങ്കിലും നടന്നു വന്ന പ്രായം ചെന്ന ആളുകളുണ്ട്. ചെറിയ പിഞ്ചുകുട്ടികളെയും കൂട്ടി വന്ന ഉമ്മമാരുണ്ട്. വഅദിന്റെ സദസ്സിൽ നേരത്തെ തന്നെ എത്തണമെന്ന് മനസ്സിലാക്കി ഒടിക്കിതച്ചു വന്നവരുണ്ട്. പടച്ച റബ്ബേ, എന്തായാലും ഞങ്ങൾക്ക് ഇൽമു കേൾക്കണമെന്ന് ഉദ്ദേശിച്ചവരുണ്ട്. അതിന് പ്രയാസപ്പെട്ട് പ്രവർത്തിച്ച പ്രവർത്തകരുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും, നിങ്ങൾ ചെയ്ത ഒരു സൽക്കർമ്മവും തന്നെ നഷ്ടപ്പെട്ടു പോകൂല. അതൊക്കെയും നമ്മൾ റെക്കോർഡാക്കി വെക്കും. സുബ്ഹാനല്ലാഹ്, ഈ പള്ളിയിൽ ഇന്ന് വരെ നിസ്കരിക്കാത്തവൻ പള്ളി നിർമ്മിച്ചു തന്നിട്ടുണ്ട്. അല്ലാഹു അദ്ദേഹത്തിന് സ്വർഗം കൊടുക്കട്ടെ. ഇന്ന് വരെ കാണാത്ത പലരും പലതിനും സഹായിച്ചിട്ടുണ്ട്. അവരെ സൽക്കർമ്മങ്ങളൊന്നും വെറുതെ ആകൂല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാമിങ്ങൾ പറഞ്ഞ വിശദീകരണങ്ങളെ സംബന്ധിച്ചാണ് ഞാൻ പറയുന്നത്. നക്തുബു മാ ഖദ്ദമൂ, അവര് മുന്തിച്ചു വെച്ചതൊക്കെയും നമ്മൾ റെക്കോർഡാക്കി വെക്കും. വആസാറഹും, അവരുടെ കാൽപ്പാടുകൾ എന്തൊക്കെയുണ്ടോ, അവര് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് നടന്നു വന്നപ്പോ എടുത്തു വെച്ച കാൽപ്പാടുകൾക്ക് പ്രതിഫലമുണ്ട്. അത് നമ്മൾ റെക്കോർഡാക്കി വെച്ചിട്ടുണ്ട്. ഇൽമിന്റെ മജ്‌ലിസിലേക്ക് നടന്നു പോയത് റെക്കോർഡാക്കിയിട്ടുണ്ട്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി വീടാന്തരം കയറിയിട്ട് പിരിവെടുത്തിട്ട് ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം കഴിച്ചു കൊടുത്താൽ അവന്റെ ഓരോ കാൽപ്പാടുകളും നമ്മൾ റെക്കോർഡാക്കിയിട്ടുണ്ട്.
അതേ ഒരു മദ്രസയ്ക്ക് വേണ്ടി, പള്ളിക്ക് വേണ്ടി, അല്ലെങ്കിൽ ദീനിന്റെ പ്രവർത്തനത്തിന് വേണ്ടി OSYSന്റെ പ്രവർത്തകരെ കള്ളുകുടിയില്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി അതേ വരുന്ന 5-ാം തീയതി നിങ്ങൾ കലക്ട്രേറ്റ് മാർച്ചിന് പോയാൽ, അതേ നിങ്ങൾ ഒപ്പുവെപ്പിച്ചാൽ, അതിൽ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്താൽ, അതേ മദ്യപാനത്തിനെതിരെ, നീചനികൃഷ്ട പ്രവർത്തനങ്ങൾക്കെതിരെ, നന്മയുടെ നിലനിൽപ്പിന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടി, തിന്മയുടെ വിഭാടനത്തിന് വേണ്ടി ഏത് പ്രവർത്തനം ഏത് പ്രവർത്തകൻ ചെയ്തിട്ടുണ്ടോ, ഏത് മദ്രസ കമ്മിറ്റിയുടെയും പള്ളി കമ്മിറ്റിയുടെയും ആളുകൾ അള്ളാഹുവിന്റെ പൊരുത്തം കരുതി മദ്രസയും പള്ളിയും നടത്തുന്നുണ്ടോ, അതിനുവേണ്ടി ഏതൊരു മനുഷ്യന്റെ ഉപ്പും തുപ്പും കേട്ടിട്ടുണ്ടോ, പിരിവെടുക്കാൻ ചെന്നപ്പോ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുണ്ടോ, റസീവർ അല്ലേ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ആരും വ്യാകുലപ്പെടേണ്ടതില്ല. അവര് മുന്തിച്ചു വെച്ച എല്ലാ സൽക്കർമ്മവും അതുപോലെ ദുഷ്കർമ്മവും നമ്മൾ റിക്കാർഡാക്കുന്നുണ്ട് നബിയെ. അവര് ചെയ്തു വെച്ച എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മൾ റിക്കാർഡാക്കി വെക്കുന്നുണ്ട് നബിയെ. ഒരു തഫ്സീറാണ് മുഅ്മിനീങ്ങളെ. ഇനിയും ഒരുപാട് തഫ്സീറുകൾ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ മറ്റൊരു തഫ്സീറാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ഏത് സൽക്കർമ്മം നിങ്ങൾ ആദ്യമായി തുടങ്ങി ഉണ്ടാക്കിയാലും, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ, ഈ പരിശുദ്ധ ദീനിൽ ഒരു നല്ല നടപടിക്രമം ആദ്യമായി ഒരു മനുഷ്യൻ നടപ്പാക്കിയാൽ, കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ എന്തു ചെയ്തു? പരിശുദ്ധമായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട ധാരാളം ദിക്റുകളുണ്ട്. ആ ദിക്റുകൾ രാവിലെയും വൈകുന്നേരവും ചൊല്ലൽ സുന്നത്തുള്ള ദിക്റുകളാണ്. ആ ദിക്റുകൾ മഹാനവറുകൾ ഒന്ന് ക്രോഡീകരിച്ചു. ആ ക്രോഡീകരിച്ച ദിക്റുകളാണ് വിർദുൽ ലത്തീഫ്. ഇതുപോലെ തന്നെ രാത്രിയിൽ ചൊല്ലൽ പ്രത്യേകം സുന്നത്തുള്ള ഒരുപാട് ദിക്റുകളുണ്ട്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്, ബിസ്മില്ലാഹിൽ ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അത് ചൊല്ലിയവാൽ അവനെ പാമ്പ് കടിക്കൂല, വിഷം തീണ്ടൂല എന്നുവരെ ഹദീസിൽ വന്ന ദിക്റാണ്. ഇതുപോലെ തുടങ്ങി ഒരുപാട് ദിക്റുണ്ട്. അതുപോലെ അൽ ബഖറയുടെ ആദ്യമുണ്ട്, അവസാനമുണ്ട്. ഇങ്ങനെ തുടങ്ങിയിട്ടെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഹദ്ദാദ് റത്തീബ് സമാഹരിച്ചു. ഇതുപോലെ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് എപ്പോഴും പറയേണ്ടതാണ്. എന്നാൽ അവിടുന്ന് ജനിച്ച മാസത്തിൽ ആ മദ്ഹ് പറയാനുള്ള ധാരാളം മൗലിദുകൾ രചിച്ചു. ആ മദ്ഹ് ഇങ്ങനെ എപ്പോഴും ചൊല്ലിക്കൊണ്ടിരുന്നു. അതെല്ലാ നല്ല സ്ഥലങ്ങളിലും, അതേ എല്ലാ സ്ഥലങ്ങളിലും അത് ഓതിക്കൊണ്ടിരുന്നു. ഇങ്ങനെ ഒരുപാട് സൽക്കർമ്മങ്ങൾ നമ്മളെ മുൻഗാമികൾ നടപ്പാക്കിയതുണ്ടല്ലോ. അതുപോലെ വെള്ളിയാഴ്ച ദിവസം അതേ ഖബറിന്റെ സമീപത്ത് യാസീൻ ഓതിയാൽ അതിന്റെ പേരിൽ മയ്യിത്തിന് പൊറുക്കപ്പെടുമെന്ന് ഹദീസിലുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ഖബറിന്റെ അടുക്കൽ പോയി യാസീൻ എന്നൊരു പതിവൊരാൾ ഉണ്ടാക്കി. അയാളെ മക്കളും അത് പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ഇതുപോലെ സുഹൃത്തുക്കളെ, നല്ല കാര്യങ്ങൾ ഏതെങ്കിലും നടപ്പാക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസനതൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യൻഖുസ മിൻ ഉജൂരിഹിം ശൈഇ. അത് തുടങ്ങി പ്രവർത്തിച്ച മനുഷ്യൻ അതിന്റെ പ്രതിഫലമുണ്ട്. അതിനെ പിന്തുടർന്ന് പിന്നെ ആരെല്ലാം അത് ചെയ്തോ അവരുടെ ഒക്കെ പ്രതിഫലം അവരുടേത് ചുരുങ്ങാതെ അത് തുടങ്ങിയവനുണ്ട്. അങ്ങനെ നല്ല കാര്യങ്ങൾ ഇസ്ലാമിൽ നടപ്പാക്കിയാൽ അതിന്റെ പേരിൽ പ്രതിഫലമുണ്ടെന്നും അത് പിന്തുടർന്ന് ചെയ്യുന്നവരുടെ പ്രതിഫലം കൂടി കിട്ടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ വമൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ സയ്യിഅതൻ, ഇസ്ലാമിൽ പറ്റാത്ത ഒരു കാര്യം ഒരു പുതിയ നടപടിയായി ഒരാൾ കൊണ്ടുവന്നാൽ, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമിൽ പറ്റാത്തൊരു കാര്യം പുതിയ നടപടിയായി വല്ലവനും കൊണ്ടുവന്നാൽ, സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാമല്ലോ, മഹാനായ കീന ഉസ്താദ് അവറുകൾ അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ വർദ്ധിപ്പിക്കട്ടെ, ഉസ്താദ് അവറുകളോട് പലരും വന്ന് ചോദിച്ചു, ജുമാ നിസ്കാരത്തിന് മുമ്പ് ഞങ്ങളൊരു പ്രസംഗം തുടങ്ങട്ടെ പള്ളിയിൽ. മഹാനവറുകൾ സമ്മതിച്ചില്ല. മഹാനായ കെ ഉസ്താദ് സമ്മതിച്ചില്ല. കണ്യത്ത് ഉസ്താദ് സമ്മതിച്ചില്ല. ഉള്ളാൾ തങ്ങൾ സമ്മതിച്ചില്ല. ഒക്കെ ഉസ്താദ് സമ്മതിച്ചില്ല.
എന്തേ ആലിമീങ്ങൾ അതിനെ എതിർക്കാൻ കാരണം? ആ സമയത്ത് അൽക്കഹ്ഫ് ഓതേണ്ട സമയമാണ്, ദിക്ർ ചൊല്ലേണ്ട സമയമാണ്, സലാത്ത് ചൊല്ലേണ്ട സമയമാണ്, നിസ്കരിക്കേണ്ട സമയമാണ്. ആ സമയത്ത് അങ്ങനെ ഒരു പരിപാടി ഇസ്ലാമിലില്ല. അതുകൊണ്ട് തന്നെ അത് പാടില്ലെന്നവർ പറഞ്ഞു. അതേ, അതിനെതിരായി അവർ ഫത്വ പറഞ്ഞു, അവർ തീരുമാനം പറഞ്ഞു. എന്തേ കാരണം? പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ടത് ക്യാൻസൽ ചെയ്തുകൊണ്ട് ഇല്ലാത്ത ഒരു കാര്യമുണ്ടാക്കിയാൽ അത് ശരിയല്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ആരെങ്കിലും ചീത്തയായ നടപടിക്രമങ്ങൾ കൊണ്ടുവന്നാൽ അത് കൊണ്ടുവന്നവൻ അതിന്റെ തെറ്റുണ്ട്, അതിനെ പിന്തുടരുന്നവന്റെ തെറ്റും അവന്റേത് ചുരുങ്ങാതെയുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. അതേ, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ കൽപ്പിക്കപ്പെട്ട നിസ്കാരം, ആ നിസ്കാരത്തിന്റെ റക്അത്തുകളുടെ എണ്ണം വല്ലവനും ചുരുക്കി ഒരു പുതിയ നടപടി കൊണ്ടുവന്നാൽ, ഇസ്ലാമിലെ ഇബാദത്തിന്റെ ഭാഷ മാറ്റിയിട്ട് ഒരു രൂപം കൊണ്ടുവന്നാൽ, ഇസ്ലാമിലില്ലാത്ത നടപടിക്രമങ്ങൾ ഇല്ലാത്തത് കൊണ്ടുവന്നിട്ട് അത് ഇസ്ലാമാണെന്ന് വാദിച്ചാൽ അതൊക്കെയും കടുത്ത തെറ്റാണ്. അതും ഇപ്പറഞ്ഞ ആസാറിൽ പെട്ടതാണ്. അതേ, വനക്തുബു മാ ഖദ്ദമൂ വആസാറഹും. ഇമാം സമർഖന്ദി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ അത് വിശദമായി തന്നെ പറഞ്ഞത് കാണാം. യഅനി മസ്തന്നു മിൻ സുന്നതി ഖൈരിൻ ഔ ശർരിൻ അമിലു വഖദാ ബിഹിം മൻ ബഅദഹും. ഇമാം സമർഖന്ദി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ കാണാം, പിൻതലമുറ മാതൃകയാക്കി കൊണ്ടുവരുന്ന നല്ല കാര്യം നടപ്പാക്കിയവന് നല്ലതെന്ന നിലക്കത് റിക്കാർഡിലുണ്ട്. വടക്കായ കാര്യം നടപ്പാക്കിയവന് ആ തെറ്റായ കാര്യവും അതാ പിൻതലമുറ ചെയ്യുമ്പോൾ അവരതിന്റെ ശിക്ഷ ലഭിക്കുന്ന വിധം അതും അല്ലാഹുവിന്റെ റിക്കാർഡിലുണ്ട്. അതാണ് അല്ലാഹു പറഞ്ഞത്, അവർ അതാ മുന്തിച്ചു വെച്ച കർമ്മങ്ങളും ആഹാരവും അവരുടെ പിൻഗാമികൾ പിന്തുടർന്നു വരുന്ന വിഷയങ്ങളും അതൊക്കെയും നമ്മൾ റിക്കാർഡാക്കുന്നുണ്ട് നബിയേ. وكل شيء أحصيناه في إمام مبين. എല്ലാ വിഷയങ്ങളും ഒന്നും വിട്ടുപോകാതെ എല്ലാ കാര്യങ്ങളും സർവഗ്രന്ഥങ്ങളുടെയും മനുഷ്യന്റെ നന്മതിന്മ എഴുതുന്ന റിക്കാർഡുകൾ, മലക്കുകൾ കൈകാര്യം ചെയ്യുന്ന റിക്കാർഡിലുള്ളതും അതുപോലെ എല്ലാ റിക്കാർഡിലുള്ള വിഷയങ്ങളും ഫീ ഇമാമിൻ മുബീൻ, വ്യക്തമായ ഒരു കിതാബിൽ അത് മുഴുവനും നമ്മൾ കറക്റ്റായി എഴുതി റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട് നബിയേ. അതാണ് സുഹൃത്തുക്കളെ ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത്. മഹാന്മാര് തഫ്സീർ പറയുന്നു അത് ലൗഹുൽ മഹ്ഫൂദ് അതുകൊണ്ട് ഉദ്ദേശമാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബിനൊരു വലിയ ശക്തിയുണ്ട്. അതിലെല്ലാ വിഷയങ്ങളും അല്ലാഹു റിക്കാർഡാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പറഞ്ഞത്, നിങ്ങളെ പല സംഗതികളും ഞാനങ്ങ് പറയും. അത് ഞാനെങ്ങനെ പറയുന്നത്? ഞാൻ പറയുന്നത് എന്റെ കണ്ണെപ്പോഴും ലൗഹില്ലതെന്നോവർ, എനിക്ക് ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാനുള്ള കണ്ണ് തന്നിട്ടുണ്ട്. അത് വെറുതെ പറഞ്ഞതല്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളതാണ്. ഫൈദാ അഹ്ബബ്തുഹു കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി വബസറഹു അല്ലദീ യുബ്സിറു ബിഹി വയദഹു അല്ലതീ യബ്തസു ബിഹാ വരിജ്ലഹു അല്ലതീ യംശീ ബിഹാ. നമ്മളൊരാളെ സ്നേഹിച്ചാൽ നബിയേ, നമ്മൾ സ്നേഹിക്കൽ എപ്പോഴാണ്? ഫർളും സുന്നത്തും എടുത്ത് എന്നിലേക്ക് അടുക്കുമ്പോഴാണ്, ഹറാമും കറാഹത്തും ഒക്കെ ഒഴിക്കുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഒരാളെ അങ്ങ് സ്നേഹിച്ചു കഴിഞ്ഞാൽ കുന്തു സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അവന്റെ കാത്, അവന്റെ കേൾവി സാധാരണ കേൾവിയല്ല, അവന്റെ കാഴ്ച സാധാരണ കാഴ്ചയല്ല, അവന്റെ കയ്യിന്റെ ശക്തി സാധാരണ ശക്തിയല്ല, അവന്റെ കാലിന്റെ കഴിവ് സാധാരണ കാലിന്റെ കഴിവല്ല. ഞാൻ മുഖേനയാണ് അവന്റെ കേൾവി, ഞാൻ മുഖേനയാണ് അവന്റെ കാഴ്ച, ഞാൻ മുഖേനയാണ് അവന്റെ പിടുത്തം, ഞാൻ മുഖേനയാണ് അവന്റെ നടത്തം. അങ്ങനെയെല്ലാം ഞാൻ മുഖേനയാണ്. അല്ലാഹു മുഖേനയുള്ള കാഴ്ചയാകുമ്പോ ലൗഹുൽ മഹ്ഫൂദ് കാണലൊരു പ്രശ്നമല്ല. അതാ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്, അല്ലാഹുവിന്റെ അടിമ എന്ന് പറഞ്ഞാലോ മുസ്ലിമേ, ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ
ഖാദിറുൽ ജീലാനി തങ്ങൾ അവിടുത്തെ ഫതുഹുർ റബ്ബാനിയിൽ അവിടുത്തെ തരീഖത്ത് വിവരിക്കുന്ന സമയത്ത് പറഞ്ഞു, തരീഖത്ത് എന്താണെന്നൊന്നും അറിയാതെ എന്തെല്ലാമോ സംഗതിയിൽ പോയി പെട്ടുപോകുന്നവരുണ്ട്. അല്ലാഹുവേ, അവർക്കൊക്കെ നീ സന്മാർഗത്തിന്റെ വഴി കാണിക്കണം റഹ്മാനേ. തരീഖത്തിന്റെ വലിയ ശൈഖായ ബഹുമാനപ്പെട്ട ഇമാം മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത് അടിമത്വം പടച്ച റബ്ബിന്റെ അടുക്കൽ പ്രകടിപ്പിക്കണം. അതെങ്ങനെ? ഒരടിമയെ മുതലാളി വാങ്ങിക്കൊണ്ട് വരുന്നു. അടിമയോട് ചോദിക്കുന്നു, മോനെ നിനക്കേതാ ഡ്രസ്സ് വേണ്ടത്? എനിക്ക് മുതലാളി തരുന്ന ഡ്രസ്സാണ് ഇഷ്ടം. മോനെ നിനക്കേതാ ഭക്ഷണം വേണ്ടത്? മുതലാളി തരുന്ന ഭക്ഷണമാണ് ഇഷ്ടം. മോനെ നിനക്ക് എവിടെയാ കിടക്കേണ്ടത്? മുതലാളി കിടത്തുന്ന സ്ഥലത്ത് കിടക്കലാണ് എനിക്കിഷ്ടം. മുതലാളി എന്റെ മുതലാളിയല്ലേ, യജമാനനല്ലേ? അപ്പോഴാണ് ആ മുതലാളി പറയുന്നത്, മോനെ നീ എന്റെ അടിമത്വം അംഗീകരിച്ചിട്ടുണ്ട്, എന്റെ സ്ഥാനം നീ അംഗീകരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിന്നെ ഞാൻ എന്റെ കമ്പനിയുടെ മാനേജറാക്കുകയാണ്. ഇനി മറ്റാർക്കെങ്കിലും സ്ഥാനം കൊടുക്കണോ കളയണോ? അതേ, നിനക്ക് സ്ഥാനം ഒരാൾക്ക് കൊടുക്കണോ, അല്ല അദ്ദേഹത്തെ ഡിസ്മിസ് ചെയ്യണോ, അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യണോ, അതിനൊക്കെ മാനേജറായ നിനക്ക് ഞാൻ അധികാരം തരികയാണ്. അന്നലക്ക് അല്ലാഹു തആല നിശ്ചയിക്കുന്ന ചില അടിമകളുണ്ട്. അല്ലാഹുവിന്റെ ഇഷ്ടത്തിലാണ് അവരെ ഇഷ്ടം, അല്ലാഹുവിന്റെ കൽപ്പനയിലാണ് അവരെ സന്തോഷം, അല്ലാഹു വിരോധിച്ചതൊഴിക്കുന്നതിലാണ് അവരെ രസം. അങ്ങനെ പൂർണ്ണമായി അല്ലാഹുവിൽ ലയിക്കുന്ന അടിമകൾ, ആ അടിമകൾക്ക് അല്ലാഹു തആല പിന്നെ കൊടുക്കുന്നതിന് അറ്റമില്ല, കണക്കില്ല. അതാണ് ഖുർആൻ പറഞ്ഞത്, ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. കയ്യും കണക്കുമില്ലാത്ത കൊടുതിയാണ്. ആ കൊടുതി കിട്ടുന്ന ചിലരുണ്ട്. ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നത്, ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് ഒരു കണ്ണാടിയാണ്. ആ കണ്ണാടിയിൽ മുഴുവൻ വിഷയം എഴുതി വെച്ചിട്ടുണ്ട്. ആ പലകയിൽ എഴുതി വെച്ചിട്ടുണ്ട്, തെളിഞ്ഞ കണ്ണാടി. മനുഷ്യന്റെ ഹൃദയം എന്ന് പറയുന്നത് മറ്റൊരു കണ്ണാടിയാണ്. ഈ ഹൃദയത്തിൽ അസൂയയില്ലാതെ, അഹങ്കാരമില്ലാതെ, വിദ്വേഷമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, എത്ര ചീത്ത പറഞ്ഞാലും അയാൾക്ക് വെറുപ്പില്ല, എത്ര തെറി പറഞ്ഞാലും വെറുപ്പില്ല, എന്ത് തന്നെ പറഞ്ഞാലും വെറുപ്പില്ല, മനസ്സിൽ ആരോടും വിദ്വേഷമില്ലാതെ, ഞാനൊരു വലിയവനാണെന്ന തോന്നലില്ലാതെ, താഴ്മയോടെ പടച്ച റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കുന്ന, അല്ലാഹു കൽപ്പിച്ചത് എടുത്തുകൊണ്ട് ജീവിക്കുന്ന മഹാന്മാർ, അവരെ മനസ്സ് തെളിയുന്നു, കണ്ണാടി പോലെ തെളിയുന്നു. ആ കണ്ണാടി പോലെ തെളിഞ്ഞ മനസ്സാകുമ്പോ ആ മനസ്സ് കണ്ണാടിയതാ ടോർച്ചടിക്കുന്ന സമയത്ത് ടോർച്ചിലേക്ക് കണ്ണാടി തിരിച്ചു വെച്ചാൽ, സൂര്യനിലേക്ക് കണ്ണാടി തിരിച്ചു വെച്ചാൽ കണ്ണാടിയിലേക്ക് അപ്രകാശം കടക്കുന്നു, ആ പ്രകാശം മറ്റുള്ളതിലേക്ക് പ്രതിഫലിപ്പിക്കുന്നു. ഇതുപോലെ ഈ മഹാന്മാരുടെ മനസ്സ് അതാ ലൗഹുൽ മഹ്ഫൂദിലേക്ക് തിരിച്ചു വെക്കുമ്പോ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ച വിഷയങ്ങളൊക്കെ അവരെ മനസ്സിൽ പതിയുന്നു. അതുകൊണ്ട് തന്നെ മേലാൽ വരുന്ന വിഷയം പറഞ്ഞോവർ പിന്നെ വരുന്ന കാര്യം അവർക്ക് പറയാൻ കഴിയുന്നു. പിന്നെയോ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളെ കൽബകമെന്നോവർ മനസ്സിലുള്ളതും പറയാൻ കഴിയുന്നു, നടക്കുന്ന ഓരോന്നും പറയാൻ കഴിയുന്നു. അവരെ മനസ്സ് തിരിച്ച് റബ്ബിനോടൊരു പ്രാർത്ഥന എങ്ങനെ നടത്തിയാലോ റബ്ബുത്തരം നൽകുന്നു. അതാണ് ഹദീസിന്റെ ബാക്കി ഭാഗത്ത് പറഞ്ഞത്, അവൻ ചോദിച്ചാൽ നമ്മൾ കൊടുക്കുക തന്നെ ചെയ്യും. അത്തരക്കാർ കാവല് ചോദിച്ചാൽ ഞാൻ കാവല് നൽകും. അല്ലാഹുവിന്റെയും അവരുടെയും ഇടയിൽ മറകളില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഒരു കൂട്ടർക്കിടയിൽ മറയുണ്ട്, നന്മയുമായി ബന്ധപ്പെടാൻ മറയുണ്ടെന്ന്. എന്നാൽ ഇവർക്ക് റബ്ബുമായി മറയില്ല, അവന്റെ സൃഷ്ടികളുമായി മഹാന്മാരുമായി മറയില്ല. അങ്ങനെ ഒരു കൂട്ടരുണ്ട് സുഹൃത്തുക്കളെ. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ് ഇന്നത്തെ പ്രസംഗം നിർത്തട്ടെ. എന്റെ ചെറുപ്പക്കാരൊക്കെ എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്ന മുഅ്മിനീങ്ങൾ മജ്‌ലിസിലേക്ക് വരണം. നമുക്ക് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ച് പിരിയണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസാക്കണം റഹ്മാനേ. അറിയാമല്ലോ, ബഹുമാനപ്പെട്ട സയ്യിദുനാ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു വലിയ കറാമത്തുള്ള വലിയ സൂഫിയാണ്. മഹാനവറുകൾ പറഞ്ഞു, ഞങ്ങൾ ബസറയിൽ താമസിക്കുന്ന കാലത്ത് തീരെ മഴ കിട്ടുന്നില്ല. ഞങ്ങളെല്ലാവരും കൂടി ഇറങ്ങിയിട്ടൊരു പ്രാർത്ഥന നടത്തി മഴ കിട്ടാൻ വേണ്ടി. ആരെല്ലാം ഉണ്ട്, ഒരു നിലക്കും ഒരു ഫലവും കാണുന്നില്ല. പിന്നെ വലിയ വലിയ മഹാന്മാരായ ആളുകൾ പലരും ഞങ്ങൾ ഇറങ്ങി ദുആ നടത്താൻ വേണ്ടി
അതാഉ സുലമി തങ്ങളുണ്ട്, സാബിത്തുൽ ബന്നാനിയുണ്ട്, യഹ്യുൽ ബഖാ ഉണ്ട്, മുഹമ്മദ് ബിൻ വാസിയുണ്ട്, അബൂ മുഹമ്മദ് സിയാനിയുണ്ട്, ഹബീബുൽ ഫാരിസിയുണ്ട്, ഹസാൻ ബിൻ സാബിത്ത് ബിൻ അബീ സിനാനുണ്ട്, ഉത്ബത്തുൽ ഉലാമുണ്ട്, സാലിഹുൽ മർദിയുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ട് വലിയ വലിയ ഔലിയാക്കളായ മഹാന്മാർ. ഞങ്ങൾ എല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പ്രാർത്ഥിച്ചു. ബസറയിൽ ചെന്ന് മുഴുവൻ കുട്ടികളും വന്നു. അതാ പഠിക്കുന്ന ചെറിയ മക്കള് വരെ അവരെ മദ്രസകളിൽ നിന്ന് വന്നു. എല്ലാരും കൂടി പ്രാർത്ഥിച്ചു. ഒരു ഫലവും മഴ കിട്ടിയില്ല. എല്ലാരും പിരിഞ്ഞുപോയി, മഴ കിട്ടാതെ പിരിഞ്ഞുപോയി. അങ്ങനെ രാത്രി ഞാനും സാബിത്തുൽ ബന്നാനി തങ്ങളും അവിടെ ഇങ്ങനെ ആ പ്രാർത്ഥിച്ച സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. നേരം രാത്രിയായപ്പോഴതാ കറുത്ത ഒരടിമ വരുന്നു. ആ അടിമയെ കണ്ടാലൊന്നിനും കൊള്ളൂല. കാലിന്റെ തണ്ടലൊക്കെ മെലിഞ്ഞ ഒരു മനുഷ്യൻ, ഒരു രോമത്തിന്റെ ജുബ്ബയും ധരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കയ്യിലുള്ളത് മുഴുവൻ നോക്കിയാൽ 2 ദിർഹമിനില്ല. അദ്ദേഹം വന്ന് കുറച്ച് വെള്ളമെടുത്ത് ഇങ്ങൊതുവെടുത്തു. എന്നിട്ടതാ മിഹ്റാബിന്റെ സമീപത്തേക്ക് വന്നു. അവിടെ മുസല്ലയാണ്. ഏത് മുസല്ല? സഹോദരന്മാരെ, പള്ളിയിൽ സ്ഥലമില്ലാതിരിക്കുമ്പോൾ പെരുന്നാൾ നിസ്കരിക്കുന്ന മുസല്ലയുണ്ട്. അതിന് ഈദ്ഗാഹ് എന്ന് പറയും. അതിന് മിഹ്റാബും ഒതുവെടുക്കുന്ന സൗകര്യമൊക്കെ ഉണ്ടാകും. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അതിന്റെ പേരാണ് ഈദ്ഗാഹ്. അല്ലാതെ ഏതോ കന്നുകാലി ചന്തയിൽ കൊണ്ടുപോയിട്ട് ഈദ്ഗാഹ് എന്ന് ബാനർ വെച്ചാൽ അത് ഈദ്ഗാഹ് അല്ല കേട്ടോ. അത് കന്നുകാലി ചന്ത തന്നെയാണ്. ഇരിക്കട്ടെ, വിദേശത്ത് പോകുന്നവർക്കറിയാം ഈദ്ഗാഹ് എന്ന് പറയുന്നത് എന്തിനാണെന്ന്. അതിനാണ് അൽ മുസല്ല എന്നിവിടെ പറഞ്ഞത്. മിഹ്റാബുണ്ട്, ഒതുവെടുക്കാനുള്ള സൗകര്യമുണ്ട്. നിസ്കരിക്കാൻ വേണ്ടി തന്നെ മുസ്ലിം ഗവൺമെന്റിന്റെ കീഴിൽ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ കീഴിൽ മാത്രമുള്ള സ്ഥലമാണ്. പ്രൈവറ്റ് സ്ഥലമല്ല. ഒരു വ്യക്തിക്കും അതിന് അവകാശമില്ല. പ്രൈവറ്റ് സ്ഥലമല്ല. മുസ്ലിമും കൂറുള്ള സ്ഥലമല്ല. മുസല്ലൽ മിഹ്റാബ് ഈദ്ഗാഹ് എന്ന് പറയുന്നത് മുസ്ലിമിനും അമുസ്ലിം കൂറുള്ള സ്ഥലത്ത് പോയി പെരുന്നാൾ നിസ്കരിക്കേണ്ട ഗതികേട് മുസ്ലിമിങ്ങൾക്ക് ഇല്ല. ഒരു പ്രൈവറ്റ് ഭൂമിയിൽ പോയി പെരുന്നാൾ നിസ്കാരം ഒരു സമുദായം നടത്തേണ്ട ഗതികേടും ഈ സമുദായത്തിനില്ല. മറിച്ച് മുസ്ലിം ഉമ്മത്തിന്റെ പൊതുസ്ഥലമായ പള്ളിയിലോ അല്ലെങ്കിൽ പള്ളി പോലെ തന്നെ പവിത്രമായി സൂക്ഷിക്കുന്ന നിസ്കാരത്തിന് വേണ്ടി മാത്രം തയ്യാർ ചെയ്യപ്പെട്ട ഈദ്ഗാഹിലോ അല്ലാതെ ഏതെങ്കിലും അതാ കോലായിലോ മുറ്റത്തോ അല്ലെങ്കിൽ കന്നുകാലി ചന്തയിലോ അല്ലെങ്കിൽ വയലിലോ മരുഭൂമിയിലോ കടപ്പുറത്തോ മുസ്ലിമിനും അമുസ്ലിമിനും കൂറുള്ള സ്ഥലത്ത് പോയി ഇസ്ലാമിന്റെ പുണ്യമായ പെരുന്നാൾ നിസ്കാരം, മുസ്ലിമീങ്ങൾ ഇസ്സത്തോടെ ചെയ്യേണ്ട നിസ്കാരം മറ്റൊരു വ്യക്തിയെ കെഞ്ചി നടത്തേണ്ട കാര്യമല്ല. ഇസ്ലാമിന്റെ ഇസ്സത്ത് നശിപ്പിക്കപ്പെടുന്ന അത്തരം പരിപാടികൾക്ക് ഈദ്ഗാഹ് എന്ന് ബോർഡ് വെക്കുന്നത് കണ്ടിട്ട് മുസ്ലിം സമുദായം പെട്ടുപോകണ്ട. അത് ഈദ്ഗാഹ് അല്ല കേട്ടോ. ഇത് ശരിയായ ഈദ്ഗാഹാണ്. അവിടെ വെച്ചാണ് മഹാന്മാര് നിസ്കരിച്ചത്. അവിടെയാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ വന്നിട്ട് ഒതുവെടുത്തിട്ട് മിഹ്റാബിൽ കയറിയിട്ട് 2 റക്അത്ത് നിസ്കരിച്ചു. എന്നിട്ട് ഈ പാവപ്പെട്ട മനുഷ്യൻ രാത്രി സമയത്ത് മേൽപോട്ട് കയ്യും ഉയർത്തിയിട്ട് അതാ ഒരൊറ്റ ദുആ, ഇലാഹി വസയ്യിദി വമൗലായ, എന്റെ യജമാനനായ റബ്ബേ, എന്റെ സംരക്ഷകനായ റബ്ബേ, എന്റെ ഇലാഹായ റബ്ബേ, ഇലാ കം തറുദി ഇബാദക ഫീമാ ലാ യൻഫഉക. പടച്ചവനെ, എത്ര പ്രാവശ്യമാണ് നീ നിന്റെ അടിമകളെ തിരിച്ചയക്കുന്നത്? നിനക്കതിന്റെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ. നിനക്ക് മഴ കൊടുത്തുകൊണ്ട്, മഴ ഇങ്ങോട്ട് വർഷിപ്പിച്ചത് കൊണ്ട് നിനക്ക് എന്തെങ്കിലും കുറഞ്ഞു പോവോ? അനഫിതമായ നിന്റെ അടുക്കലുള്ളത് തീർന്നു പോയ പഠിച്ചവനെ, നിന്റെ ഖജനാവിലുള്ള ചുരുങ്ങിപ്പോയ പഠിച്ചവനെ, ഇല്ലല്ലോ. നിന്നോട് പ്രാർത്ഥിച്ചിട്ട് നീ മഴ കൊടുത്തിട്ടില്ലല്ലോ. അല്ലാ, أقسمت عليك بحبك لي إلا ما أسقيتني غيثك الساعة. നിനക്കെന്നോടുള്ള സ്നേഹം, അല്ലാഹുവോട് പറയാണ്, നിനക്കെന്നോടുള്ള സ്നേഹം, ആ സ്നേഹം മുൻനിർത്തി ഞാൻ പറയട്ടെ, ഞങ്ങൾക്കിപ്പോൾ മഴ തന്നേക്കണം. സുബ്ഹാനല്ലാഹ്. മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴേക്കും കാർമേഘം വന്നുപോയി, മഴ പെയ്തുപോയി, പാത്രത്തിൽ ചുരുക്കും പോലെ മഴ. ഞാൻ മെല്ലെ അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് ഞാൻ ചോദിച്ചു, ഓ യാ അസ്വദു, ഓ മനുഷ്യ, അമാ തസ്തഹീ ബിമാ ഖുൽത, നിങ്ങൾ ആ ദുആ നിങ്ങൾക്ക് നാണില്ലാത്ത ദുആ,
നിങ്ങളൊരു ലജ്ജയില്ലാത്ത ദുആല്ലേ പടച്ചവനോട് ചോദിച്ച്, എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ പടച്ചവനെ, നീ ആ സ്നേഹം മുൻനിർത്തി ചോദിക്കുന്നു എന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? നിങ്ങൾക്ക് തിരിച്ചു പറഞ്ഞുകൂടായിനോ? പടച്ചവനെ, നിന്നോട് എനിക്കുള്ള സ്നേഹം കൊണ്ട് ഞാൻ ചോദിക്കുന്നു അങ്ങോട്ട് പറഞ്ഞുകൂടായിനോ? അല്ലാ, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, ആ വകയിൽ എന്ന് പറഞ്ഞത് എന്തേ? ആ സമയത്ത് അദ്ദേഹത്തിന്റെ മറുപടി, ഓ മനുഷ്യ, അള്ളാഹുവിനോട് യാചിക്കാൻ, അള്ളാഹിനോട് യാചിക്കാൻ എന്റെ മനസ്സിൽ അല്ലാഹ് തോന്നിപ്പിച്ചത് തന്നെ, എന്നെ ഈ രംഗത്തല്ല കൊണ്ടുവന്നത് തന്നെ അല്ല എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ? അല്ലെങ്കിലുണ്ടോ ദുആ ചെയ്യാൻ എനിക്ക് തൗഫീക്ക് കിട്ടുന്നു? പടച്ചവനോട് ചോദിക്കാനുണ്ടോ? അല്ല സ്നേഹിക്കുന്നില്ലെങ്കിൽ ഭാഗ്യം കിട്ടുന്നു. മോമിനീങ്ങളെ, ദുആ മജ്ലിസ്, സലാത്തിന്റെ മജ്ലിസ്, ദിക്റിന്റെ മജ്ലിസ്, മഹാന്മാരെ മജ്ലിസ്, അതിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്തവര്, അതിന്റെ കാരണം അല്ലാഹ് അവരെ സ്നേഹിക്കാത്തതല്ലേ? ഈ സൂചന വെച്ചുകൊണ്ട് ആ മഹാൻ പറയുന്നത്, അല്ലാഹ് സ്നേഹിക്കുന്നത് കൊണ്ടല്ലേ പടച്ചവനോട് ചോദിക്കാനും അത് പറയാനുമൊക്കെ എനിക്ക് അല്ലാഹ് തോന്നിപ്പിച്ചുകൊണ്ട് എന്നെ കൊണ്ട് തുടങ്ങിച്ചത്. അത് എന്റെ വകയിലുള്ള ചോദ്യമല്ലല്ലോ. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ, എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. അതല്ലേ മഹാന്മാരെ ദറജ. അതുകൊണ്ട് അല്ലാഹ് തോന്നിപ്പിച്ചിട്ടല്ലേ ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നിങ്ങളൊന്ന് മാറി നിൽക്കൂ. മാലിക് ഇബ്നു ദീനാറേ, നിങ്ങൾ അതാ വലിയ മഹാനൊക്കെ ആണെങ്കിലും പൂർണ്ണമായി നിങ്ങൾ അല്ലാഹുവിൽ ലയിച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഒന്ന് മാറി നിൽക്കൂ. എന്നിട്ട് ആ മഹാൻ പറഞ്ഞു, ആ അടിമ പറഞ്ഞു, മഹബ്ബത്തുഹു ലീ അലാ ഖദ്രി. അല്ലാഹു എന്നെ സ്നേഹിക്കുന്നത് അവന്റെ സ്ഥാനത്തോട് യോജിച്ച സ്നേഹമാ. വമഹബ്ബതി ലഹു അലാ ഖദ്രി. ഞാൻ എത്ര സ്നേഹിച്ചാലും ഞാൻ ഒന്നിനും കൊള്ളാത്തവനല്ലേ. എന്റെ സ്നേഹത്തിന് എന്ത് വിലയാ? എന്റെ സ്നേഹത്തിന് എന്ത് വിലയാ? എന്റെ സ്നേഹത്തിനല്ലല്ലോ വില, അല്ലാഹുവിന്റെ സ്നേഹത്തിനല്ലേ വില. ഉടനെ തന്നെ ഞാൻ പറഞ്ഞു, കുറച്ചൊന്ന് ഇവിടെ ഇരിക്കുമോ നിങ്ങള്? അദ്ദേഹത്തിന്റെ മറുപടി, ഞാനൊരടിമയാണ്, എനിക്കെന്റെ ഉടമസ്ഥന് അനുസരിക്കൽ നിർബന്ധമാണ്, അതുകൊണ്ട് നിങ്ങളെ കൂടെ ഇരിക്കാൻ ഇപ്പൊ പറ്റൂല. അത് പറഞ്ഞപ്പോ അടിമയുടെ പിന്നാലെ ഞാനും നടന്നു. ചെന്ന് നോക്കുമ്പോൾ അടിമക്കച്ചവടം നടക്കുന്ന സ്ഥലത്ത് അടിമകളായ കുറെ ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയൊരു വലിയ ഹാളുണ്ട്. ആ ഹാളിലേക്ക് ഇയാളങ്ങ് കടന്നുപോയി. ഞാൻ നേരം വെളുത്തപ്പോ അടിമക്കച്ചവടത്തിന്റെ മുതലാളിയെ പോയി സന്ദർശിച്ച് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളൊരടിമയെ നിങ്ങളെ കൂട്ടത്തുനിന്ന് വിൽക്കുമോ? എന്റെ സേവനത്തിന് വേണ്ടിയാണ്. അദ്ദേഹം പറഞ്ഞു, 100 അടിമയുണ്ട് എന്റെ കയ്യിൽ, വിൽക്കുന്നത് നിനക്കേതാ വേണ്ടത്? ഞാൻ പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ, പരിശോധിക്കട്ടെ, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. അങ്ങനെ ഞാൻ ആ ഹാളിലേക്ക് കയറി. 70ഓളം ആളെ ഞാൻ നോക്കി. ഒന്നും ഞാൻ ഇന്നലെ കണ്ട വ്യക്തിയല്ല. ഞാൻ അവിടുന്ന് അദ്ദേഹത്തോട് പറഞ്ഞു, മറ്റൊരു സമയത്ത് വരാം. വീണ്ടും ഞാൻ പിന്നീട് ചെന്നു. അങ്ങനെ ഞാൻ പുറപ്പെടാൻ നോക്കും, പിന്നീട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങാൻ നോക്കുമ്പോ ഞാനൊരു വളരെ മോശമായ, ഒന്നിനും കൊള്ളാത്തൊരു ചെറിയ റൂമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത് അദ്ദേഹത്തിന്റെ വീട്ടിന്റെ പിന്നിലാണ്. അവിടെ നോക്കുമ്പോഴതാ ഇന്നലെ ഞാൻ കണ്ട മനുഷ്യൻ എഴുന്നേറ്റ് നിസ്കരിക്കുന്നതാ കണ്ടത്. ഞാൻ ഉടനെ ഹബീബി റബ്ബിൽ കഅബ, ഞാൻ ഇഷ്ടപ്പെട്ട മഹാനെ കണ്ടെത്തിയല്ലോ, കഅബത്തിന്റെ റബ്ബിനെ തന്നെ സത്യം ആളെ കിട്ടിയല്ലോ. ഞാൻ മെല്ലെ ചെന്ന് കച്ചവടക്കാരനോട് പറഞ്ഞു, നിങ്ങൾ എനിക്ക് അദ്ദേഹത്തെ വിൽക്കുമോ? ഇവനാണ് എനിക്ക് വേണ്ടത്. അദ്ദേഹം പറഞ്ഞു, ഓ അബൂ യഹ്യ, നിങ്ങൾ വാങ്ങിയിട്ടെന്താ കാര്യം? രാത്രിക്ക് ഉത്തിരിഞ്ഞിങ്ങനെ കരയലാണവൻ, പകലാണെങ്കിലോ കൂട്ടത്തിൽ കൂടൂല, വേറെ തന്നെ മാറി നിൽക്കലാണവൻ, ഒരു പണിക്കും അവൻ പറ്റൂല. നിങ്ങൾ അടിമനെ കൊണ്ടുപോകുന്നത് പണിയെടുപ്പിക്കാനല്ലേ, അതുകൊണ്ട് നിങ്ങളോട് പൈസ പറഞ്ഞ് വാങ്ങിയാൽ ഞാൻ കുറ്റക്കാരനായി പോകും. ഞാൻ പറഞ്ഞു, നിങ്ങളെ കാശങ്ങ് വാങ്ങിക്കോ, എനിക്കവൻ മതി, നിങ്ങളോട് ചോദ്യമില്ല. ചെന്ന് നോക്കുമ്പോ അയാളെ വിളിച്ചു നോക്കുമ്പോ അയാൾ ഇങ്ങനെ ഉറക്ക തൂക്കുന്ന നിലക്ക് വരികയാണ്. രാത്രി എഴുന്നേറ്റ് നിസ്കരിച്ച മനുഷ്യനാണല്ലോ. ഞാനതാ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഈ അടിമയെ തന്നെ എടുത്തോ, പക്ഷേ വലിയ വിലയൊന്നും വേണ്ട, വെറും 20 ദീനാറ് മതി. പക്ഷേ എന്ത് കുറ്റമുണ്ടെങ്കിലും ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അതൊക്കെ ഞാൻ ആയിക്കോളാം. ഞാൻ അദ്ദേഹത്തെ ഇങ്ങോട്ട് വാങ്ങിപ്പോർമ ചോദിച്ചു, പേരെന്താ മോനെ? പേര് മൈമൂൻ എന്നാണ്. ഞാനതാ അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് എന്റെ വീട്ടിലേക്ക് പോകുമ്പോ അയാൾ എന്നോട് അതാ പറയുകയാണ്, യാ മൗലായ സഗീർ,
എന്റെ ചെറിയ യജമാനനെ, എന്റെ വലിയ യജമാനൻ അള്ളയല്ലേ, എന്റെ ചെറിയ യജമാനനെ, ലിമാദസ്തറൈതനി, നിങ്ങൾ എന്തിനാണ് എന്നെ പൈസയും കൊടുത്ത് വാങ്ങിയത്? ഞാൻ ഒരിക്കലും സൃഷ്ടികൾക്ക് ഖിദ്മത്തെടുക്കാൻ പറ്റൂല, സൃഷ്ടികൾക്ക് ഖിദ്മത്തെടുക്കാൻ ഞാൻ പറ്റൂല. വല്ലാഹി യാ സയ്യിദി, ഞാൻ ആ സമയത്ത് അങ്ങോട്ട് പറഞ്ഞു, യാ സയ്യിദി, ഓ സയ്യിദായവരെ, നിങ്ങളെ ഞാൻ അതാ വാങ്ങിയത് നിങ്ങളെ കൊണ്ട് ഇങ്ങോട്ട് ഖിദ്മത്തെടുപ്പിക്കാനല്ല. ഇന്നമസ്തറൈതുക ബിനഫ്സി, എനിക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് ഖിദ്മത്തെടുക്കാനാണ് നിങ്ങളെ ഞാൻ വിലക്ക് വാങ്ങിയത്. അദ്ദേഹം ചോദിച്ചു, അതെന്തേ കാരണം? ഞാൻ ചോദിച്ചു, ഇന്നലെ രാത്രി ആ മുസല്ലയിൽ വന്ന് നിസ്കരിച്ച് പ്രാർത്ഥിച്ചത് നിങ്ങളല്ലേ? അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളതറിഞ്ഞോ? ഞാൻ പറഞ്ഞു, അതെ, ഞാനല്ലേ നിങ്ങളോട് പടച്ചവനോട് ചോദിച്ച കോലം ശരിയായില്ലെന്ന് ഞാനല്ലേ നിങ്ങളോട് പറഞ്ഞിരുന്നത്? ഉടനെ തന്നെ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാനൊന്ന് പള്ളി കയറട്ടെ. ഓ, കയറിക്കോളൂ. പള്ളിയിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. പിന്നീട് അദ്ദേഹം തലയങ്ങൻ മേൽപോട്ടേക്ക് ഉയർത്തി ഒരൊറ്റ ദുആ, ഇലാഹി വസയ്യിദി വമൗലായ, എന്റെ ഇലാഹേ, എന്റെ സയ്യിദേ, എന്റെ സംരക്ഷകനായ അല്ലാഹ്, സിർറുൻ കാന ബൈനി വബൈനക ഫലഅത അലൈഹി ഗൈറക, നീയും ഞാനും തമ്മിലൊരു രഹസ്യമുണ്ടല്ലോ അല്ലാഹ്, ആ രഹസ്യം നീ മറ്റൊരാൾക്ക് അറിയിച്ചല്ലോ അല്ലാഹ്, നീയും ഞാനും തമ്മിലുള്ള രഹസ്യം നീ മറ്റൊരാൾക്ക് അറിയിച്ചല്ലോ അല്ലാഹ്. ഫകൈഫ യതീബുൽ ലാന ഐശി, ഇനി എനിക്കെങ്ങനെ സന്തോഷകരമായി ജീവിക്കാൻ കഴിയും? ഇനി അതാ ഞാൻ നിസ്കരിക്കുമ്പോഴേക്ക് എന്നെ പൊതിയാൻ ആള്, ഞാൻ ഇരിക്കുമ്പോഴേക്ക് കൈപിടിക്കാൻ ആള്, എന്നെ പിടിച്ച് മണക്കാൻ ആള്, എന്റെ അടുത്തേക്ക് ബഹുമാനവും കൊണ്ട് ആളിങ്ങി വരൂലേ? ഞാനും നീയും തമ്മിലുള്ള രഹസ്യം നീ എന്തിന് വെളിച്ചത്താക്കി അല്ലാഹ്? എനിക്ക് ഇവിടെ നല്ല നിലയ്ക്ക് ജീവിക്കാൻ പറ്റുമില്ലല്ലോ അല്ലാഹ്. അഖ്സംതു അലൈക ബിക ഇല്ലാ മാ ഖൽതനി ഇലൈക സാഅ, അതുകൊണ്ട് നിന്നോട് നിന്നെ മുൻനിർത്തി പറയാറുള്ളത്, ഇനി എനിക്ക് ദുനിയാവിൽ ജീവിതം വേണ്ട. അതും പറഞ്ഞ് അദ്ദേഹം അതാ നിസ്കാരത്തിൽ കടന്നൊരൊറ്റ സുജൂദാണ്. കുറെ സമയം ഞാൻ കാത്തിരുന്നു നോക്കി, തല ഉയർത്തുന്നില്ല. ഞാൻ അടുത്ത് ചെന്ന് അനക്കി നോക്കുമ്പോ അദ്ദേഹം വഫാത്തായി കഴിഞ്ഞിരിക്കുന്നു. മഹാനായ മാലിക് ഇബ്നു ദീനാർ പറയുന്നു, ഞാൻ അദ്ദേഹത്തിന്റെ കയ്യും കാലും ഒക്കെ ഒന്ന് നീട്ടി, മരിച്ച മയ്യിത്തിന്റെ കാലും കയ്യുമൊക്കെ ചൂടാറുന്നതിന് മുമ്പ് അതാ നിവർത്തുകയും അതുപോലെ അതാ നിവർത്തുകയും അതുപോലെ മടക്കുകയും ചെയ്ത് ആ ശരീരത്തിന് കോടിപ്പോകുന്നതിന്, അതുപോലെ വടി പോലെയായി പോകുന്നതിന് വേണ്ടി അതാ ഉറുപ്പുകളെല്ലാം ഒന്ന് നിവർത്തുകയും മടക്കുകയും ചെയ്യണമെന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ആ നിലക്ക് മയ്യിത്തിന്റെ കയ്യും കാലുമൊക്കെ ഒന്ന് നിർത്തി ഞാൻ അവിടെ തന്നെ ആ മയ്യിത്തിനെ അങ്ങ് കിടത്തി. അതുപോലെ താടി പിടിച്ചു കെട്ടൽ സുന്നത്തുണ്ട്, അതുപോലെ തന്നെ വയറ്റിന്റെ പേര് അല്പം വെയിറ്റുള്ള വസ്തു വെക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തുടങ്ങിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഉടുത്ത തുണിയും മറ്റുമൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു വെള്ളത്തുണി അതാ കൂടുതൽ കട്ടിയില്ലാത്തൊരു തുണി കൊണ്ട് പുതച്ചു വെക്കൽ സുന്നത്തുണ്ട്. അങ്ങനെ വെക്കുമ്പോൾ ഒരു തലയുടെ ചുവടയും മറ്റേ തല കാലിന്റെ ചുവടയുമാക്കൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ആ മയ്യിത്തിനെ ഖിബിലക്ക് തിരിച്ചു കിടത്തൽ സുന്നത്തുണ്ട്. ചെരിച്ചു കിടത്താൻ കഴിയില്ലെങ്കിൽ കാലും തലയും ഖിബിലക്ക് തിരിയുന്ന വിധം അല്പം തല ഉയർത്തിക്കിടത്തൽ സുന്നത്തുണ്ട്. ആ മയ്യിത്തിന്റെ സമീപത്ത് ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. പക്ഷേ ഉമ്മമാരെ, നിങ്ങൾ ശബ്ദമെടുത്ത് ഖുർആൻ ഓതരുത് കേട്ടോ. അന്യപുരുഷന്മാരെ മുമ്പിൽ ഇരുന്ന് ഖുർആൻ ഓതരുത് കേട്ടോ. ഖുർആൻ ഓതൽ സുന്നത്തുണ്ട്. മയ്യിത്തിന്റെ സമീപത്ത് യാസീൻ ഓതൽ സുന്നത്തുണ്ട്. അങ്ങനത്തെ സുന്നത്തുകളല്ലേ പണ്ഡിതന്മാരെ നിർവഹിക്കുക. അതുപോലെ തന്നെ മയ്യിത്ത്, ആ മയ്യിത്തിന്റെ സമീപത്ത് നല്ലതെന്തെങ്കിലും പുകയ്ക്കുന്നത് സുന്നത്തുണ്ട്, നല്ലതുണ്ട്. അതുപോലെ തന്നെ മയ്യിത്തിന്റെ ശരീരത്തിലേക്ക് ഉറുമ്പുകളോ മറ്റോ കയറാതിരിക്കാൻ വേണ്ടി അല്പം ഉയരമുള്ള കട്ടിലിന്റെ മേലെ കിടത്തൽ സുന്നത്തുണ്ട്. ആ കട്ടിലിന്റെ കാലിന് ഉറുമ്പ് കയറാതിരിക്കാൻ
ചുറ്റാതിരിക്കാൻ വേണ്ടി പലരും മണ്ണെണ്ണ മുക്കിയ തുണി കൊണ്ട് ചുറ്റാറുണ്ട്. എല്ലാം നല്ലത് തന്നെ. ആ മയ്യത്തിന്റെ കടം ഉടനെ തന്നെ വീട്ടിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വസിയ്യത്തുണ്ടെങ്കിൽ നടപ്പാക്കേണ്ടതുണ്ട്. അതുപോലെ മയ്യത്തിന് വേണ്ടി ചെയ്യേണ്ട ഖിദ്മത്തുകളുണ്ട്. ഓ മുഅ്മിനീങ്ങളെ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി മഹാനായ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ കയ്യും കാലും ഒക്കെ ഒന്ന് നീട്ടി നോക്കുമ്പോ ഫൈദാ ഹുവ ളാഹിഖുൽ മുസ്തബ്ശിർ, അദ്ദേഹം ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അതാ കറുത്ത ശരീരം വല്ലാത്ത പ്രകാശം കാണിക്കുന്നു. കൽ ഖമരി ലൈലത്തുൽ ബദ്രി, ചന്ദ്രൻ പരിപൂർണ ചന്ദ്രനെ പോലെ മുഖം തെളിയുന്നു. ഒരു ചെറുപ്പക്കാരൻ അതാ വരുന്നു, വാതിലിലൂടെ കടക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞിട്ട് പറയുന്നു, അഅളമല്ലാഹു ഉജൂറനാ വഉജൂറക്കും ഫീ അഖീനാ മൈമൂൻ, ഞങ്ങളെ സഹോദരൻ മൈമൂൻ മരിച്ചല്ലോ, നിങ്ങൾക്കും നമ്മൾക്കും അല്ലാഹ് പ്രതിഫലം വണ്ണമാക്കി തരട്ടെ. ഹാക്കുമുൽ കഫന, മറവ് ചെയ്യുന്നതിന് മുമ്പ് കഫൻ തുണി വേണ്ടേ? കഫൻ തുണി ഇതാ പിടിച്ചോളൂ. ഒരാൾ വന്ന് കഫൻ തുണി ഇങ്ങ് തരികയാണ്. ആരെയും കണ്ടിട്ടില്ല മുമ്പ്. 2 വസ്ത്രം ഇങ്ങോട്ട് എനിക്ക് തന്നു. ഞാനത് ഇങ്ങോട്ട് വാങ്ങിയപ്പോ എന്തൊരു വസ്ത്രമാണ് അല്ലാ, മുമ്പിതുപോലൊരു വസ്ത്രം ഞാൻ തൊട്ടിട്ടില്ല. ഞങ്ങൾ കുളിപ്പിച്ച അദ്ദേഹത്തെ കഫൻ ചെയ്ത് മറമാടിയപ്പോൾ മാലിക് ഇബ്നു ദീനാർ തങ്ങൾ പറയുന്നു, ഫബി ഖബ്രിഹി നസ്തസ്ഖീലൽ ആൻ, ആ മഹാന്റെ ഖബറിങ്കൽ ചെന്നിട്ട് മഴയില്ലാത്ത സമയത്ത് ഞങ്ങളങ്ങ് റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ ഇപ്പോഴും മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നു. വനതുലുൽ ഹവായിജ മിനല്ലാഹ്, ആ മഹാന്റെ മഖ്ബറയിൽ ചെന്ന് നമ്മൾ പടച്ചവരോട് മുറാദ് ഹാസിലാകാൻ പ്രാർത്ഥിച്ചാൽ അപ്പോൾ തന്നെ മുറാദ് ഹാസിലാകുന്നു. റബ്ബ് പറഞ്ഞതല്ലേ? അതെ അതെ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തികൾ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തികൾ, ആ വ്യക്തികൾ ഖബറിന്റെ സമീപത്ത് ചെന്നാലും അവർ ജീവിച്ചിരിക്കുന്ന സ്ഥലത്ത് ചെന്നാലും ഫബി ഖബ്രിഹി നസ്തസ്ഖീലൽ ആൻ, ഇപ്പോഴും ആ മഹാന്റെ ഖബറിങ്കൽ വെച്ച് ദുആക്ക് ഉത്തരം ലഭിക്കുന്നു. അല്ലാഹ് പറഞ്ഞതല്ലേ, ഫബശ്ശിറുഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം, മനസ്സ് പൂർണ്ണമായി റബ്ബിലേക്ക് നീങ്ങിയ മഹാന്മാർ അവർക്ക് വലിയ പ്രതിഫലവും എല്ലാ പൊറുക്കലും സന്തോഷം പറയൂ നബിയേ. ഒരു മുബീനാണ് ഇപ്പോൾ നാം ഓതിവെച്ചത്. ഇൻഷാ അല്ലാഹ് അടുത്ത മുബീനിലേക്ക് നാളെ അല്ലാഹു തആല കടക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു 3 സ്വലാത്തുൽ റിജല്ല സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറ്റ്യാടി സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ് സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ ഇന്ന് 10 കേന്ദ്രങ്ങളിലായി 35 സ്ഥാപനങ്ങളിലെത്തിയിരിക്കുന്നു. 8,000-ഓളം കുട്ടികളാണ് സിറാജുൽ ഹുദയുടെ വിവിധ ക്യാമ്പസുകളിലായി അറിവിന്റെ മധു നുകരുന്നത്. വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് പുറമെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പദ്ധതികളും സ്ഥാപനത്തിന്റെ മുഖ്യ അജണ്ടയായി നടന്നുവരുന്നു. ശാന്തിയുടെയും പാരസ്പര്യത്തിന്റെയും മഹിത മാതൃകകളെ പരിചയപ്പെടുത്തി സമാധാനത്തിനും സമൂഹ നന്മയ്ക്കും രാഷ്ട്ര സുരക്ഷിതത്വത്തിനും വേണ്ടി പുനരർപ്പണം ചെയ്യാൻ സിറാജുൽ ഹുദ തലമുറകളെ പര്യാപ്തമാക്കുന്നു. പ്രാർത്ഥനയുടെ പുണ്യവും കർമ്മധന്യതയുടെ കരുത്തും നന്മയെ സ്നേഹിക്കുന്നവരുടെ പിന്തുണയും ഒരുമിച്ച് ചേർത്താണ് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദയ്ക്ക് അടിക്കല്ലിടുന്നത്. വിദ്യ കൊണ്ട് പ്രബുദ്ധമായ ധിഷണയും കളങ്കമില്ലാത്ത വിശ്വാസദാർഢ്യവുമായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾക്ക് വഴികാട്ടിയും വിശ്വാസി സമൂഹത്തിന് മാർഗദർശിയുമാണ് അദ്ദേഹം. ജാതിമത ഭേദമന്യേയുള്ളവർക്ക് അറിവിന്റെ നാളം നീട്ടി മഹത്തായൊരു വീണ്ടെടുപ്പിന്റെ നായകനായി മാറി അദ്ദേഹം. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ നേതൃത്വത്തിൽ സിറാജുൽ ഹുദ മാനുഷികതയുടെയും സ്നേഹത്തിന്റെയും തെളിഞ്ഞു കത്തുന്ന മാതൃകയായി മാറി. ആത്മാർത്ഥതയോടെയുള്ള പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമായിരുന്നു സമൂഹത്തിന്റെ വിവിധ തുറകളിൽ നിന്ന്
സിറാജുൽ ഹുദയ്ക്ക് ലഭിച്ച നിർലോഭമായ പിന്തുണ. നവയുഗത്തിൽ സാംസ്കാരിക സമുദ്ധാരണത്തിന് നേതൃത്വം നൽകാൻ കെൽപ്പുറ്റ ദിഷണാശാലികളെ വാർത്തെടുക്കുകയാണ് സിറാജുൽ ഹുദയുടെ പ്രഥമ സംരംഭമായ അറബിക് കോളേജിന്റെ ലക്ഷ്യം. ആഴത്തിലുള്ള ഭൗതിക വിദ്യാഭ്യാസവും ആത്മീയജ്ഞാനവും ഒരുമിച്ച് നൽകുന്ന സ്ഥാപനമാണ് ആർട്സ് ആൻഡ് ദവ്വ കോളേജ്. വിവിധ ബ്രാഞ്ചുകളിലായി പ്രവർത്തിക്കുന്ന ദവ്വ കോളേജിലെയും അറബിക് കോളേജിലെയും പഠിതാക്കൾക്കു വേണ്ട എല്ലാ ചിലവുകളും സിറാജുൽ ഹുദ കമ്മിറ്റിയാണ് വഹിക്കുന്നത്. ദാരിദ്ര്യവും മോശമായ സാഹചര്യങ്ങളും മൂലം തെരുവിൽ അലയേണ്ടി വരുമായിരുന്ന ഉത്തരേന്ത്യൻ വിദ്യാർത്ഥികൾക്കുള്ള പഠനാവസരം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ അനിവാര്യതയും ആംഗ്ലിക്കൻ സാംസ്കാരിക കടന്നുകയറ്റത്തിന്റെ അപകടവും ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ടുവെച്ച കാൽവെപ്പുകൾ സിറാജുൽ ഹുദയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. പൂർവിക സംസ്കാരം അവഗണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പൊങ്ങിവരികയും പലരും ഈ രംഗം ബിസിനസ്സായി കാണുകയും ചെയ്തപ്പോൾ ഈ ആവേശം ഗുണപരമായ മാർഗത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ സ്ഥാപിക്കുന്നതിലൂടെ സിറാജുൽ ഹുദ ലക്ഷ്യമാക്കിയത്. സ്ഥാപനത്തിന് കീഴിൽ 8 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ വളരെ വിപുലമായ രീതിയിൽ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നു. ആത്മീയ വിദ്യാഭ്യാസത്തിന് ഉയർന്ന പരിഗണന നൽകിക്കൊണ്ട് ഈ മേഖലയിൽ വലിയ വിപ്ലവമാണ് ഇതിലൂടെ സൃഷ്ടിച്ചത്. 8 സ്കൂളുകളിലും പാവപ്പെട്ട അനാഥർക്ക് വാഹനം, യൂണിഫോം തുടങ്ങി മുഴുവൻ ചിലവും സൗജന്യമായാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആൻ പഠനവും സ്കൂൾ പഠനവും ഒരുമിച്ച് നൽകുന്നതാണ് സിറാജുൽ ഹുദ ഹിഫ്ലുൽ ഖുർആൻ കോളേജ്. സ്ത്രീകൾക്കായി പ്രത്യേകം വിദ്യാകേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനും സിറാജുൽ ഹുദ മുന്നിട്ടിറങ്ങി. പാറക്കടവിലെ ദാറുൽ ഹിദായ അനാഥ അഗതി മന്ദിരം സിറാജുൽ ഹുദയിലെ കാരുണ്യ വഴിയിലെ പ്രത്യേക സംരംഭമാണ്. കാലിക്കറ്റ് സർവകലാശാലയുടെ അംഗീകാരമുള്ള സിറാജുൽ ഹുദ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉന്നത നിലവാരമാണ് പുലർത്തുന്നത്. കമ്പ്യൂട്ടർ സെന്റർ, ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്റർ തുടങ്ങി വിവിധ സംരംഭങ്ങൾ സിറാജുൽ ഹുദയുടെ സേവന മേഖലയിലെ നാഴികക്കല്ലുകളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള വിശ്വാസി സമൂഹം സിറാജുൽ ഹുദയെ കാണുന്നത് അവരുടെ നീറുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാര കേന്ദ്രമായിട്ടുകൂടിയാണ്. സ്ഥാപനത്തിലേക്കുള്ള നേർച്ചകൾക്കും ധർമ്മങ്ങൾക്കും അത്ഭുത ഫലങ്ങൾ ലഭിച്ചവരുടെ മുഖത്തെ പുഞ്ചിരി ഇവിടുത്തെ ധന്യതയാണ്. അതുകൊണ്ട് തന്നെ ആയിരങ്ങൾക്ക് അവരുടെ ഉദ്ദേശ്യ സഫലീകരണത്തിന്റെ സന്ദർശന കേന്ദ്രം കൂടിയാണ് സിറാജുൽ ഹുദ. നേർച്ചകളും സംഭാവനകളുമായി എത്തുന്ന ജാതിമത ഭേദമന്യേയുള്ള ആളുകളുടെ ആശ്വാസ സ്ഥാനമാണ് ഇന്നിവിടം. അതിരുകളില്ലാത്ത വിജ്ഞാന കുതിപ്പിന്റെ കാഹളം മുഴക്കിയെത്തിയ സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും അത്ഭുത മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരുന്നതിനും തയ്യാറുള്ള നല്ല മനസ്സുകളുടെ പിന്തുണ തേടുകയാണ്. മാറുന്ന കാലത്തിന്റെ രീതികൾക്കനുസരിച്ച് നവീന ബോധന മാർഗങ്ങൾ ആവിഷ്കരിക്കുകയും പ്രവേശനം തേടുന്ന കൂടുതൽ വിദ്യാർത്ഥികൾക്കു വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും വേണം. ഇവയ്ക്ക് പുറമെയാണ് നിലവിലുള്ള സ്ഥാപനങ്ങളുടെ നടത്തിപ്പിനാവശ്യമായ ചെലവുകൾക്ക് വരുന്ന സാമ്പത്തിക ബാധ്യത. ഒരു മാസം 20 ലക്ഷം രൂപയാണ് സിറാജുൽ ഹുദയുടെ നടത്തിപ്പിനായി വേണ്ടിവരുന്നത്. അല്ലാഹുവിന്റെ കാരുണ്യവും അറിവിനെ സ്നേഹിക്കുന്ന ഹൃദയമുള്ളവരുടെ പിന്തുണയും നിസ്വാർത്ഥമായ പ്രാർത്ഥനയും മാത്രമാണ് സിറാജുൽ ഹുദയുടെ പ്രതീക്ഷ. 8,000-ഓളം വിദ്യാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങളിൽ പഠിക്കുകയും 600-ഓളം സ്റ്റാഫുകൾ അതിൽ ആത്മാർത്ഥമായി സേവനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ എല്ലാം പിന്നിൽ ആത്മാർത്ഥമായ പ്രവർത്തകന്മാരുടെ പ്രവർത്തനവും വിദേശ രാജ്യങ്ങളിലും നാട്ടിലുമുള്ള നല്ലവരായ ജനങ്ങളുടെ സഹായ സഹകരണങ്ങളുമാണ്. അല്ലാഹു ധാരാളം പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കാൻ അവസരങ്ങൾ 20 വർഷത്തിനിടയിൽ തന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പദ്ധതികൾ സിറാജുൽ ഹുദയുടെ മുന്നിൽ ഉണ്ട്. അതിന് എല്ലാവരുടെയും സഹായങ്ങളും സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു. ഈ സ്ഥാപനത്തിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്
നേർച്ചകളും സംഭാവനകളും എത്തിച്ചു തരുന്ന പതിനായിരക്കണക്കിന് ആളുകൾ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു എല്ലാ വിഷയത്തിലും അവരുദ്ദേശിച്ച ഫലം അള്ളാഹു നൽകുകയും രോഗങ്ങൾ അള്ളാഹു സുഖപ്പെടുത്തുകയും അതുപോലെ അവരുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുകയും പ്രയാസങ്ങൾ അള്ളാഹു അകറ്റിക്കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. സിറാജുൽ ഹുദയോട് സഹകരിക്കുന്നതിനും വിശദ വിവരങ്ങൾക്കും ബന്ധപ്പെടുക. സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റ്യാടി 673508, കാലിക്കറ്റ്, കേരള, ഇന്ത്യ. ഇമെയിൽ sheckutyadi@yahoo.com. വെബ്സൈറ്റ് www.sirajulhuda.com. ഫോൺ ആൻഡ് ഫാക്സ് 0496 259 6496 2596 497. വിദേശത്തു നിന്നുള്ള ഡ്രാഫ്റ്റുകൾ സിറാജുൽ ഹുദ കറണ്ട് അക്കൗണ്ട് നമ്പർ 11442010000934, കാനറ ബാങ്ക്, ചാലപ്പുറം, കോഴിക്കോട്. ഇന്ത്യയിൽ നിന്നുള്ള ചെക്കുകളും ഡ്രാഫ്റ്റുകളും സിറാജുൽ ഹുദ കറണ്ട് അക്കൗണ്ട് നമ്പർ 5704459146 SBT കുറ്റ്യാടി എന്ന വിലാസത്തിലുമെടുത്ത് മാനേജർ സിറാജുൽ ഹുദ എഡ്യൂക്കേഷണൽ കോംപ്ലക്സ്, PO കുറ്റ്യാടി 673508, കാലിക്കറ്റ്, കേരള, ഇന്ത്യ എന്ന വിലാസത്തിൽ അയക്കുക. ബാങ്കിലേക്ക് നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒഴിവാക്കുക.